പ്രിയങ്കരനായ എത്രയോ കാലങ്ങളായി ഈ ദേശിംഗനാടിന്റെ BJP പ്രവർത്തകർ കാത്തിരുന്ന ആ മോഹം പൂവണിയിച്ച നമ്മുടെ പ്രിയങ്കരനായ നിയുക്ത MLA ശ്രീ CB ഗോപകുമാർജി അടക്കം വേദിയിലും സദസ്സിലും ഉപേക്ഷനായിരിക്കുന്ന പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, സഹപ്രവർത്തകരെ, മാധ്യമ സുഹൃത്തുക്കളെ, എല്ലാവർക്കും നമസ്കാരം. അങ്ങനെ കൊല്ലത്തും അപ്പൊ MLA അങ്ങനെ കൊല്ലത്തും നിയമസഭയിൽ താമര വിരിഞ്ഞിരിക്കുകയാണ്. ഓരോരുത്തര് മണിച്ചിത്രത്തായിട്ട് പൂട്ടിയെന്നാണ് കഴിഞ്ഞ തവണ പറഞ്ഞത് നമ്മൾ പൂജ്യമായപ്പോ. ഇപ്പോ ഒന്നല്ല 3 താമരകൾ. അതിനകത്ത് ഏറ്റവും അഭിമാനത്തോടെ കൊല്ലത്തെ BJP പ്രവർത്തകർക്ക് പറയാൻ സാധിക്കും, അതിന് തൊട്ടു മുമ്പ് ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ അദ്ദേഹം സൂചിപ്പിച്ചു, നിയമം തൂക്കുന്നതിന് മുമ്പ് ചാത്തന്നൂര് തൂക്കുമെന്ന്. നോക്കൂ, ആദ്യത്തെ ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിലെ ആദ്യത്തെ MLA ആണ്, BJP MLA ആണ് പ്രിയപ്പെട്ട ഗോപൻ ചേട്ടൻ. പ്രിയമുള്ളവരെ, കൊല്ലം മാറുകയാണ്. കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ നമ്മുടെ ജില്ല, കൊല്ലം വെസ്റ്റ് ജില്ല ഉണ്ടാക്കിയ മുന്നേറ്റം ചെറുതല്ല. ഇപ്പോ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ കണക്ക് പരിശോധിക്കുമ്പോ മറ്റ് ജില്ലകളെ പോലെ തന്നെ, പെർഫോം ചെയ്ത മറ്റ് ജില്ലകളെ പോലെ തന്നെ വോട്ട് കൂടിയ ജില്ലയാണ് നമ്മുടെ കൊല്ലം വെസ്റ്റ് ജില്ല. എല്ലാ മണ്ഡലങ്ങളിലും 1-2 മണ്ഡലങ്ങൾ, ഒരു മണ്ഡലം ഒഴികെ മറ്റെല്ലാ മണ്ഡലങ്ങളിലും നമ്മുടെ വോട്ടിംഗ് പെർസെന്റേജിൽ വലിയ വർധനവുണ്ടാക്കാൻ സാധിച്ചു. ഈ തെരഞ്ഞെടുപ്പിന് മുമ്പൊക്കെയുള്ള ഒരു മീറ്റിംഗിൽ നമ്മുടെ നാഷണൽ പ്രസിഡന്റ് ശ്രീ നിതിൻ നവീൻജി പങ്കെടുത്ത ഒരു മീറ്റിംഗിൽ അദ്ദേഹം പറഞ്ഞു, തദ്ദേശ തെരഞ്ഞെടുപ്പ് 75% സ്ഥാനാർത്ഥിയും 25% പാർട്ടിയുമാണെന്ന് അദ്ദേഹം പറഞ്ഞു. നിയമസഭാ തെരഞ്ഞെടുപ്പ് 50% പാർട്ടിയും 50% സ്ഥാനാർത്ഥിയുമാണെന്ന്. ചാത്തന്നൂര് ഇത് രണ്ടും ഒരേപോലെ വന്നപ്പോ പ്രിയമുള്ളവരെ നമുക്ക് MLA ഉണ്ടായിരിക്കുകയാണ്. 50%, പത്തര മാറ്റ് തിളക്കമുള്ള 100% കൊടുക്കാൻ പറ്റുന്ന സ്ഥാനാർത്ഥിയും, അതേപോലെ ഈ പ്രസ്ഥാനത്തിന് വേണ്ടിയിട്ട് എന്തും ചെയ്യാൻ, കഠിനാധ്വാനം ചെയ്യാൻ തയ്യാറായ ചാത്തന്നൂരിലെയും അതേപോലെ തന്നെ പ്രവാസി കാര്യകർത്തകളായിട്ട് ചെന്ന സഹപ്രവർത്തകരും ഉണ്ടായപ്പോ പ്രിയമുള്ളവരെ, നമുക്കിന്ന് കൊല്ലക്കാർക്ക് അഭിമാനത്തോടെ പറയാം, ശ്രീ BB ഗോപകുമാർ MLA കേരള നിയമസഭ എന്ന് പറയാവുന്ന സാഹചര്യത്തിലേക്ക് എത്തിയിരിക്കുന്നു. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. ഈ യോഗത്തിന് അധ്യക്ഷത വഹിക്കുന്നത് പ്രശാന്ത് ആണ്. എന്തുകൊണ്ടും അദ്ദേഹത്തിന് ഈ യോഗത്തിന് അധ്യക്ഷത വഹിക്കാൻ അർഹതയുണ്ട്. കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പാർട്ടി അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലാണ് വലിയ മുന്നേറ്റം ഈ ജില്ലയിൽ ഉണ്ടാക്കിയത്. ഇന്ന് അദ്ദേഹം ചാത്തന്നൂർ നിയോജക മണ്ഡലത്തിന്റെ തെരഞ്ഞെടുപ്പ് ഇൻചാർജായിട്ട് പ്രവർത്തിക്കുകയാണ്. അപ്പോ പ്രശാന്ത് ഏട്ടന് അഭിമാനത്തോടെ ആണ് ഇന്ന് ഈ വേദിയിലിരിക്കുന്നത്. കൊല്ലം വെസ്റ്റ് ജില്ലയുടെ മുഴുവൻ അഭിമാനമായിട്ട് നമ്മുടെ പ്രിയപ്പെട്ട ജില്ലാ അധ്യക്ഷൻ മാറിയിരിക്കുന്നു. പ്രശാന്ത് ഏട്ടനെ ഏറെ ആദരവോടെ ഈ സമ്മേളന പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇന്ന് ഈ യോഗം ഉദ്ഘാടനം ചെയ്യുന്നത് ശ്രീമതി MP അഞ്ജനയാണ്. പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറിയും നമ്മുടെ ജില്ലയുടെ പ്രഭാരിയുമാണ്. അഞ്ജന ചേച്ചിയെ നമ്മുടെ ജില്ലയില് ഞാൻ ഉൾപ്പെടെയുള്ളവർ സ്ഥാനാർത്ഥികളായിട്ട് മത്സരിച്ചിരുന്നവരാണ്. എനിക്ക് തോന്നുന്നു ചേച്ചിയൊക്കെ രാത്രി 1 മണിക്കും 2 മണിക്കും ഒക്കെ വിളിച്ചാൽ പോലും എന്താണെന്ന് ചോദിച്ചുകൊണ്ട് ഫോൺ എടുക്കുന്ന ഒരു പ്രകൃതമുള്ളതാണ്. നമ്മുടെ ജില്ലയിൽ നമുക്ക് ആവശ്യമുള്ള നേതാക്കന്മാർ, നമുക്ക് ആവശ്യമുള്ള മെറ്റീരിയലുകൾ, നമുക്ക് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ആവശ്യമുള്ള എല്ലാ സഹായങ്ങളും തന്നുകൊണ്ട് നമ്മളിൽ ഒരാളായിട്ട്, നമ്മുടെ സഹോദരിയായിട്ട് അഞ്ജന ചേച്ചി ആ തിരുവനന്തപുരത്തെ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസിന്റെ ചുമതലക്കാരിയായി ഇരുന്നത് കൊണ്ടാണ് നമ്മുടെ സ്ഥാനാർത്ഥികൾക്ക്, നമ്മുടെ ജില്ലയിലെ സ്ഥാനാർത്ഥികൾക്കെല്ലാം ഒരു ടെൻഷനും ഇല്ലാതെ തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കാൻ സാധിച്ചത്. ഇന്ന് ഈ യോഗം ഉദ്ഘാടനം ചെയ്യാൻ ഇവിടെ എത്തിയിരിക്കുന്ന പ്രിയപ്പെട്ട MP അഞ്ജന അവർകളെ ആദരപൂർവ്വം ജില്ലാ കമ്മിറ്റിക്ക് വേണ്ടി വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഞാൻ സൂചിപ്പിച്ചു കഴിഞ്ഞു, ഇന്ന് നമ്മൾ സ്വീകരിക്കുന്നത് നമ്മുടെ പ്രിയപ്പെട്ട BB ഗോപകുമാർജിയാണ്. എല്ലാവരും, ഈ ഇരിക്കുന്ന ഓരോരുത്തരും, ഇന്ന് ഇവിടെ എത്തിച്ചേരാൻ സാധിക്കാത്ത സഹപ്രവർത്തകർ എല്ലാവരും ഇന്ന് അഭിമാനത്തോടെയും സന്തോഷത്തോടെയും പറയുന്ന പേരാണ് ശ്രീ BB ഗോപകുമാർ. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന്റെ റിസൾട്ട് വന്നതിന് ശേഷം കേരളത്തിലെ ജെൻസി തലമുറ ഏറ്റവും കൂടുതൽ ഗൂഗിളിൽ സെർച്ച് ചെയ്ത പേരാണ് ശ്രീ BB ഗോപകുമാർ. ആരാണ് BB ഗോപകുമാർ എന്നുള്ള ചോദ്യമാണ് എല്ലാവരും ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ 15 വർഷക്കാലമായിട്ട്, കഴിഞ്ഞ 10 വർഷക്കാലമായിട്ട് 2 തെരഞ്ഞെടുപ്പിൽ പരാജയം സംഭവിച്ചടക്കം പോലും
പിന്നോട്ടു പോകാതെ ഏതെങ്കിലും ഒരു ദിവസം ഞാൻ ഈ വിജയം നേടിയെടുക്കുമെന്നുള്ള ദൃഢനിശ്ചയത്തോടെ ചാത്തന്നൂരിന്റെ ഓരോ സ്പന്ദനങ്ങൾ അറിഞ്ഞുകൊണ്ട് ആ മണ്ണിൽ നിന്ന് പ്രവർത്തിച്ച് ഇവിടെ ഇരിക്കുന്ന ഓരോ BJP പ്രവർത്തകനും പാഠമാക്കേണ്ട, പഠന വിഷയമാക്കേണ്ടുന്ന നമ്മളുടെ പ്രിയങ്കരനായ നേതാവ്, നമ്മുടെ MLA ശ്രീ BB ഗോപകുമാർജിയെ ഏറെ ആദരവോടെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. പ്രിയപ്പെട്ട ഡിന്നി സാർ ഇവിടെ ഇരിപ്പുണ്ട്. ഡിന്നി സാറ് ഈ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിയായിരുന്നില്ല. പക്ഷെ അദ്ദേഹത്തിന്റെ സ്വാധീനവും അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ സാന്നിധ്യം എത്തിച്ചേരാത്ത മണ്ഡലങ്ങളില്ല. കരുനാഗപ്പള്ളിയിൽ ഉൾപ്പെടെ അദ്ദേഹം വളരെ പെട്ടെന്ന് വന്നു പോയിട്ടുണ്ട്. എല്ലാ സ്ഥലങ്ങളിലും അദ്ദേഹം ഒരു പ്രസംഗകന്റെ റോളില് അദ്ദേഹം ഓടിയെത്തിയിട്ടുണ്ട്. പാർട്ടിയുടെ സംസ്ഥാന വക്താവ് കേരള ഡിന്നി സാറിനെ ഏറെ ആദരപൂർവ്വം ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. പാർട്ടിയുടെ മേഖലയുടെ ജനറൽ സെക്രട്ടറി ശ്രീ AG ശ്രീകുമാർജി ഈ വേദിയിൽ നമുക്കൊപ്പം ഉണ്ട്. ശ്രീകുമാരുടെ കൊല്ലം മണ്ഡലത്തിന്റെ ഇൻചാർജ് ആയിട്ടാണ് ഈ തെരഞ്ഞെടുപ്പിൽ പ്രവർത്തിച്ചത്. നമുക്കറിയാം, നമ്മുടെ മുതിർന്ന കാര്യകർത്താവാണ്. ശ്രീകുമാർജിയെ ഏറെ ആദരപൂർവ്വം ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. പ്രിയപ്പെട്ട പ്രകാശേട്ടൻ, അദ്ദേഹം ചാത്തന്നൂർ അസംബ്ലി മണ്ഡലത്തിന്റെ തെരഞ്ഞെടുപ്പിന്റെ സഹ ഇൻചാർജ് ആയിരുന്നു. അദ്ദേഹത്തിന് ചുമതല നിശ്ചയിച്ചതിന് ശേഷം അദ്ദേഹം ആ ചുമതല ഏറ്റെടുത്തുകൊണ്ട് ഒരു പ്രവാസി കാര്യകർത്താവിനെ പോലെ അദ്ദേഹം ചാത്തന്നൂർ പോയി താമസിച്ചുകൊണ്ടാണ് അദ്ദേഹം ഈ പ്രവർത്തനങ്ങളെല്ലാം ഏകോപിപ്പിച്ചത്. പ്രകാശേട്ടന്റെ ഭാര്യ വിമല ചേച്ചിയൊക്കെ കാണുമ്പോൾ പറയും, ഞാൻ ചോദിക്കും ചേട്ടൻ വന്നോന്ന് ചോദിക്കുമ്പോൾ പറയും ഞാൻ തന്നെ കണ്ടിട്ട് ദിവസങ്ങളായെന്ന്. അത്തരത്തിൽ ചാത്തന്നൂർ കേന്ദ്രീകരിച്ച് പ്രവർത്തിച്ച പാർട്ടിയുടെ ജില്ലാ ജനറൽ സെക്രട്ടറി കൂടിയായ പ്രകാശേട്ടനെ ഏറെ ആദരവോടെ ഈ വെല്ലുവിളിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇടവട്ടം വിനോദേട്ടൻ പാർട്ടിയുടെ മറ്റൊരു ജില്ലാ ജനറൽ സെക്രട്ടറിയാണ്. അദ്ദേഹം കുണ്ട്ര മണ്ഡലത്തിന്റെ ചുമതലയുമായിട്ട് അദ്ദേഹം തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളോട് ഏകോപിപ്പിക്കുകയായിരുന്നു. ഇപ്പൊ നമുക്കൊപ്പം ഈ വേദിയിലുണ്ട്. അദ്ദേഹത്തെ ഏറെ ആദരപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ ശ്രീ MS ശ്യാംകുമാർജി പാർട്ടിയുടെ മുതിർന്ന നേതാവാണ്. പാർട്ടിയുടെ സംസ്ഥാന സമിതി അംഗമാണ് അദ്ദേഹം. MS ശ്യാമേട്ടനെ ഏറെ ബഹുമാനത്തോടെ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അയത്തിൽ അപ്പക്കുട്ടമുള്ള ചേട്ടൻ പാർട്ടിയുടെ സംസ്ഥാന കമ്മിറ്റി അംഗമാണ്. ഏറെ ബഹുമാനത്തോടെ അപ്പക്കുട്ടമുള്ള ചേട്ടനെ സ്വാഗതം ചെയ്യുന്നു. വെള്ളിമൺ ദിലീപേട്ടൻ പാർട്ടിയുടെ സംസ്ഥാന സമിതി അംഗമാണ്. ദിലീപേട്ടനെ ഏറെ ബഹുമാനത്തോടെ സ്വാഗതം ചെയ്യുന്നു. നെടുമ്പന ഓമനക്കുട്ടൻ ചേട്ടൻ പാർട്ടിയുടെ സംസ്ഥാന കമ്മിറ്റി അംഗമാണ്. അദ്ദേഹത്തെയും ഏറെ ആദരവോടെ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. പാർട്ടിയുടെ മേഖലാ സെക്രട്ടറിയാണ് നെടുമ്പന ശിവൻചേട്ടൻ. അദ്ദേഹത്തെയും ഏറെ ബഹുമാനത്തോടെ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഒപ്പം ഈ വേദിയിൽ ഈ തെരഞ്ഞെടുപ്പിൽ ഗോപകുമാർജിക്കൊപ്പം മത്സരിച്ച ഞാൻ ഉൾപ്പെടെയുള്ള സ്ഥാനാർത്ഥികളുണ്ട്. നമുക്കറിയാം, നമ്മുടെ കൊല്ലത്ത് ഒരു വിജയകരമായ രീതിയിൽ നമുക്ക് കൊല്ലം അസംബ്ലി മണ്ഡലത്തിൽ അഭിമാനത്തോടെ കാണിക്കാൻ പറ്റുന്ന ഒരു മുഖമാണ് ഡോക്ടർ പ്രതാപ് കുമാർ. അദ്ദേഹം കൊല്ലം അസംബ്ലി മണ്ഡലത്തിൽ പാർട്ടിയുടെ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിച്ചു. കുറച്ചു മുമ്പ് കൊല്ലത്തെ ഒരു മണ്ഡലം പ്രസിഡന്റ് എന്നോട് പറയുകയായിരുന്നു, അദ്ദേഹം കുറച്ചും കൂടെ നേരത്തെ വന്നായിരുന്നെങ്കിൽ നല്ല അത്ഭുതങ്ങൾ ഉണ്ടാകുമായിരുന്നു. അതുകൊണ്ട് അദ്ദേഹം വലിയ മികച്ച മത്സരം കാഴ്ചവെച്ചാണ് ഡോക്ടർ പ്രതാപ് കുമാർ സാർ. ഏറെ ബഹുമാനത്തോടെ പ്രതാപ് സാറിനെ ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഒപ്പം ചവറ നിയോജക മണ്ഡലത്തിൽ നിന്ന് മത്സരിച്ചത് എന്റെ പ്രിയപ്പെട്ട സഹോദരൻ KR രാജേഷേട്ടനാണ്. വളരെ ചുരുങ്ങിയ സമയം മാത്രമാണ് രാജേഷേട്ടൻ ഒരു സ്ഥാനാർത്ഥി എന്ന നിലയിൽ ചവറയിൽ പ്രവർത്തിക്കാൻ സമയം കിട്ടിയത്. വൈകി പ്രഖ്യാപിക്കപ്പെട്ട ഒരു സ്ഥാനാർത്ഥി കൂടിയാണ് അദ്ദേഹം. പക്ഷേ എന്റെ ഇലക്ഷൻ ഏജന്റ് ആയിരുന്നു അദ്ദേഹം. കരുനാഗപ്പള്ളി ചീഫ് ഇലക്ഷൻ ഏജന്റ് ആയിരുന്നു. പക്ഷേ സ്ഥാനാർത്ഥിയായി അദ്ദേഹം ആ ദിവസം തന്നെ അദ്ദേഹത്തിന് സ്ഥാനാർത്ഥി എന്ന രീതിയിൽ ചവറയിൽ പ്രവർത്തിക്കേണ്ടി വന്നു. പക്ഷേ പാർട്ടിക്ക് അഭിമാനിക്കാവുന്ന തരത്തിലുള്ള ഈ UDF തരംഗത്തിലും ഈ ഭരണവിരുദ്ധ വികാരത്തിലും പാർട്ടിക്ക് അഭിമാനിക്കാൻ ഈ തരത്തിലുള്ള ഒരു വോട്ടാണ് അദ്ദേഹം പിടിച്ചിട്ടുള്ളത്. പ്രിയപ്പെട്ട രാജേഷേട്ടനെയും ഈ പരിപാടിയിലേക്ക് ഏറെ ബഹുമാനത്തോടെ സ്വാഗതം ചെയ്യുന്നു. ഒപ്പം ഇന്ന് ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ വളരെ ഷോർട്ട് നോട്ടീസിൽ അറിയിച്ച പരിപാടിയാണ്. ഇന്നലെയാണ് അറിയിപ്പ് പോയതെങ്കിലും ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന നല്ല ചൂടാണ്. എങ്കിലും ഇവിടെ എത്തിയിരിക്കുന്ന മുഴുവൻ സഹപ്രവർത്തകരെയും ഈ വിജയം ആഘോഷിക്കുവാൻ വേണ്ടിയിട്ട്, ഈ വിജയം നേടിയെടുക്കുവാൻ വേണ്ടിയിട്ട് പ്രവർത്തിച്ച ചാത്തന്നൂരെ, അതേപോലെ തന്നെ ഈ വിജയം ആഘോഷിക്കുവാൻ വേണ്ടിയിട്ട് അഭിമാനത്തോടെ ഇവിടെ എത്തിയിരിക്കുന്ന മുഴുവൻ സഹപ്രവർത്തകരെയും കൊല്ലം വെസ്റ്റ് ജില്ലാ കമ്മിറ്റിക്ക് വേണ്ടിയിട്ട് ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഒപ്പം ഈ പരിപാടി കവർ ചെയ്യാനെത്തിയ മീഡിയ സുഹൃത്തുക്കളെയും ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് ഞാൻ എന്റെ സ്വാഗത പ്രസംഗം അവസാനിപ്പിക്കുന്നു. നമസ്കാരം. ചിറക്കര ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ശ്രീമതി രമ്യ വേദിയിലേക്ക് വരേണ്ട. ചിറക്കര ഗ്രാമപഞ്ചായത്ത് ഉപാധ്യക്ഷ രമ്യ. ഏറെ ബഹുമാന്യനും അതോടൊപ്പം നമ്മുടെ എല്ലാം പ്രിയപ്പെട്ട നേതാവും കേരളത്തിൽ മാത്രമല്ല ഇന്ന് ഭാരതത്തിലും
ലോകമെമ്പാടും ഭാരതീയ ജനതാ പാർട്ടി എന്ന് പറഞ്ഞാൽ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു മണ്ഡലമായി ചാത്തന്നൂരിനെയും ആ മണ്ഡലം പ്രതികരിക്കുന്ന ജില്ലയായി കൊല്ലം ജില്ലയും അറിയപ്പെടുവാൻ ഇടയാക്കിയ നമ്മുടെ എല്ലാം പ്രിയപ്പെട്ട കരുത്തനായ നേതാവ് നമ്മുടെ MLA ശ്രീ BB ഗോപകുമാർ സാർ. ഞാൻ വേദിയിലിരിക്കുന്ന എല്ലാവരെയും പേരെടുത്ത് പറയുന്നില്ല. ബഹുമാന്യായിട്ടുള്ള നമ്മുടെ സംസ്ഥാന സെക്രട്ടറി ശ്രീമതി അഞ്ജന, നമ്മുടെ പ്രഭാരി കൂടിയാണ്. മറ്റ് പ്രിയപ്പെട്ട നേതാക്കന്മാർ, നമ്മുടെ സ്ഥാനാർത്ഥികൾ അടക്കമുള്ളവർ. ഏറെ സന്തോഷകരമായ ഒരു ദിവസത്തിൽ നമ്മുടെ എല്ലാവരെയും സംബന്ധിച്ചും ആത്മാഭിമാനത്തോടു കൂടി തല ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഭാരതീയ ജനതാ പാർട്ടിയുടെ പ്രവർത്തകന്മാർ എന്ന് പറഞ്ഞാൽ ഇന്ന് കേരളത്തിലെ ഒരു പ്രധാനപ്പെട്ട രാഷ്ട്രീയ പാർട്ടിയായി 3 ജനപ്രതികളെ സൃഷ്ടിച്ചുകൊണ്ട് നമുക്ക് തലയുയർത്താൻ അവസരം തന്ന നമ്മുടെ ജനപ്രതിനിധി. ആ സന്തോഷം ആഘോഷിക്കുവാനാണ് നമ്മൾ ഇന്ന് കൂടിയത്. ഈ ഓഫീസിനെ സംബന്ധിച്ച് മാർച്ച് മാസം 25-ാം തീയതി ബഹുമാനായിട്ടുള്ള നമ്മുടെ സംസ്ഥാന അധ്യക്ഷനാണ് ഈ ഓഫീസ് ഉദ്ഘാടനം ചെയ്തത്. പക്ഷെ ഈ ഓഫീസ് ഉദ്ഘാടനം ചെയ്തിട്ടും നമ്മുടെ ഈ ഹാളിലെ പരിപാടികൾ ഒരു നല്ല ഒരു പ്രോഗ്രാമാണ് ഈ ഹാളിൽ ആദ്യമായി നടത്തേണ്ടത് എന്ന ചിന്താഗതി ഉള്ളതുകൊണ്ട് നിരവധി പ്രോഗ്രാമുകളൊക്കെ വന്നത് നമ്മളത് താഴെ ആക്കി മാറ്റി. ഈ ഒരു MLA കൊല്ലം ജില്ലയ്ക്ക് ആദ്യമായി ഒരു MLA സമ്മാനിച്ചു. ആ MLA സ്വീകരിക്കുന്ന പ്രോഗ്രാം തന്നെ നമ്മുടെ ജില്ലയുടെ ഓഫീസിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടന്നു വരുന്ന സമയത്ത് മാധ്യമ സുഹൃത്തുക്കൾ അടക്കം വന്ന് നമുക്ക് ഇന്റർവ്യൂ ചെയ്ത സമയത്ത് അവർ പറഞ്ഞത് ഇവിടെ മേയർക്ക് പ്രവർത്തിക്കാൻ ഒരു മുറി, നമ്മുടെ സംസ്ഥാന ഓഫീസിനെ സംബന്ധിച്ച് പറഞ്ഞപ്പോൾ അവിടെ മുഖ്യമന്ത്രിക്ക് ഒരു ഓഫീസ്. ഇപ്പൊ ജില്ലാ ഓഫീസുകളെ സംബന്ധിച്ച് പറഞ്ഞപ്പോൾ മേയർക്കും MLA-ക്കും അടക്കം വന്ന് ക്യാമ്പ് ചെയ്ത് സംഘടനാ പ്രവർത്തനങ്ങൾക്കും പൊതുപ്രവർത്തനങ്ങൾക്കും ജനകീയ ആവശ്യങ്ങൾക്കും നേതൃത്വം കൊടുക്കുവാൻ സജ്ജമായിട്ടുള്ള ഒരു പാർട്ടി ജില്ലാ കേന്ദ്രം. BJP എന്ന് പറയുന്ന നമ്മുടെ രാഷ്ട്രീയ പാർട്ടിയെ സംബന്ധിച്ച് ഈ രാജ്യത്തുള്ള മറ്റു രാഷ്ട്രീയ പാർട്ടികളിൽ നിന്നെല്ലാം വേറിട്ട് വ്യത്യസ്തമായിട്ടുള്ള ഒരു രാഷ്ട്രീയ പാർട്ടിയാണ്. നമ്മൾ തുടർച്ചയായി 12 വർഷക്കാലം ഈ രാജ്യം ഭരിക്കുമ്പോഴും അല്ലെങ്കിൽ ഈ രാജ്യത്തിന്റെ ഭൂരിഭാഗം സംസ്ഥാനങ്ങളും ഒക്കെ നമ്മൾ ഭരിക്കുമ്പോൾ നമ്മൾ വളരെ ദീർഘവീക്ഷണത്തോടു കൂടിയാണ് നമ്മുടെ സംഘടനാ പ്രവർത്തനവും ജനസേവനവും നടത്തുന്നത്. അതുകൊണ്ട് തന്നെയാണ് 2047 എന്ന വികസിത രാജ്യം ലോകത്തിന്റെ നെറുകയിലേക്ക് ഭാരതത്തെ മാറ്റുമെന്ന് ദൃഢനിശ്ചയമെടുത്ത് പ്രവർത്തിക്കുന്ന ഒരു പ്രധാനമന്ത്രിയും ഒരു മന്ത്രിസഭയുമാണ് നമുക്കുള്ളത്. അതുകൊണ്ട് തന്നെ നമ്മൾ 10,000 സ്ക്വയർ ഫീറ്റ് വിസ്തീർണമുള്ള ഈ ജില്ലാ ഓഫീസിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്ന സമയത്ത് ഒരുപക്ഷെ പലരും പറഞ്ഞു ഇത്രയും വലിയൊരു ഓഫീസ് BJP-ക്ക് ആവശ്യമുണ്ടോ എന്നും. പക്ഷേ BJP ചിന്തിക്കുന്നത് വരുന്ന നാളുകൾ ഇന്ന് ഒരു പക്ഷേ BJP-ക്ക് ഇതിന്റെ ഓഫീസ് ഇത്ര ആവശ്യം ഉണ്ടായി എന്ന് വരില്ല. പക്ഷേ വരുന്ന നാളുകൾ ബഹുമാനായിട്ടുള്ള ഗോപകുമാർ സാർ ആദ്യമായി നമ്മുടെ തിരുവനന്തപുരം യോഗത്തിൽ അദ്ദേഹം പറഞ്ഞത് ഇന്ന് കേരളത്തിൽ നമ്മൾ കേവലം 3 ജനപ്രതിനിധികൾ മാത്രമാണ് ഉള്ളത്. പക്ഷേ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 73 MLA-മാരുമായി കേരളം ഭരിക്കുമെന്നാണ്, അതിനുള്ള ശക്തി ഇവിടെ നമ്മുടെ സംഘടനയ്ക്കുണ്ട് എന്നാണ് അദ്ദേഹം ആദ്യമായി പറഞ്ഞത്. പിന്നെ അദ്ദേഹം അവിടെ പ്രധാനമായി പറഞ്ഞൊരു വാക്കെന്ന് പറയുന്നത് ഞാൻ ഈ സംഘടനയിലേക്ക് വന്നിട്ട് 10 വർഷക്കാലമായി ഈ സംഘടനയുടെ മെമ്പർഷിപ്പ് എടുത്ത് 1 മണിക്കൂറിനകം ഞാൻ സ്ഥാനാർത്ഥിയായി പ്രവർത്തിച്ചു. സ്ഥാനാർത്ഥിയായി പാർട്ടി എന്നെ നിശ്ചയിച്ചു. ആദ്യമായി അദ്ദേഹം മത്സരിച്ച സമയത്ത് അറിയാം ചാത്തന്നൂര് അതിനു മുമ്പ് 3800 വോട്ട് മാത്രമാണ് ഉണ്ടായിരുന്നത് 2006 തെരഞ്ഞെടുപ്പിൽ. 2011 തെരഞ്ഞെടുപ്പ് അത് 33,000-ലേക്ക് വർദ്ധിപ്പിച്ചു. അത് കഴിഞ്ഞ് 2021 വരുന്നപ്പോഴേക്ക് 42,000-ലേക്ക് വർദ്ധിച്ചു. ഇത് സൂചിപ്പിച്ചത് ആ 10 വർഷം അദ്ദേഹം ഭാരതീയ ജനതാ പാർട്ടിയിൽ പ്രവർത്തിച്ചുകൊണ്ട് ആ 10 വർഷക്കാലം ആ ചാത്തന്നൂരിന്റെ ജനങ്ങളോടൊപ്പം നിന്നുകൊണ്ട് അവിടുത്തെ സാധാരണക്കാരായിട്ടുള്ള പാർട്ടി പ്രവർത്തകരോടൊപ്പം നിന്നുകൊണ്ട് അവരെ കൂട്ടായി നടത്തിയിട്ടുള്ള ഒരു പരിശ്രമമുണ്ട്. ആ പരിശ്രമം ചാത്തന്നൂരിന്റെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് റിസൾട്ട് പരിശോധിക്കുന്ന സമയത്ത് എല്ലാവർക്കും കൃത്യമായി മനസ്സിലാകും. വ്യത്യസ്തമായ തെരഞ്ഞെടുപ്പുകൾ നടക്കുമ്പോൾ ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് നടക്കുന്നു, നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്നു, പാർലമെന്റ് തെരഞ്ഞെടുപ്പ് നടക്കുന്നു. ഈ 3 തെരഞ്ഞെടുപ്പിലും വ്യത്യസ്തമായ പാറ്റേണാണ്. ഓരോ തെരഞ്ഞെടുപ്പിലും പടിപടിയായി ആ നിയമസഭാ മണ്ഡലത്തിന്റെ വോട്ട് വർദ്ധിച്ചു വരുന്നു. ഏറ്റവും കൂടുതൽ വോട്ടിന്റെ വർധന വരുന്നത് നിയമസഭാ തെരഞ്ഞെടുപ്പിലാണ്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വരുന്നു എന്ന് പറയുമ്പോൾ നമുക്കറിയാമല്ലോ പാർട്ടിയും സഹപ്രവർത്തകരും ജനങ്ങളും അതോടൊപ്പം തന്നെ ഒരു സ്ഥാനാർത്ഥി എന്നുള്ള നിലയിൽ അദ്ദേഹത്തിന്റെ പരിചിതമായിട്ടുള്ള മുഖം
അവിടുത്തെ ജനകീയമായ ഇടപെടൽ ചാത്തന്നൂർക്കാരനാണ് എന്ന അവിടുത്തെ ഞങ്ങൾക്ക് ഏത് ആവശ്യത്തിനും ഏത് ഘട്ടത്തിലും പോയി ആക്സസായി കിട്ടുന്ന ഒരു ജനപ്രതി ചാത്തന്നൂരിലെ ജനങ്ങൾക്ക് വേണമെന്ന തിരിച്ചറിവാണ് അവിടെ ജയിക്കുവാൻ നമ്മൾ ഇടയാണ്. അപ്പൊ നമ്മെ സംബന്ധിച്ച് ഞാൻ പറഞ്ഞു, നമ്മൾ ഈ പ്രസ്ഥാനം ഇന്ന് ഇവിടെ ഈ രാജ്യം ഭരിക്കുമ്പോഴും ഈ രാജ്യത്തിന്റെ ഭൂരിഭാഗം സംസ്ഥാനങ്ങൾ നമ്മൾ ഭരിച്ച് കഴിഞ്ഞ ത്രിതല തെരഞ്ഞെടുപ്പിൽ വലിയ മുന്നേറ്റം നമ്മൾ ഉണ്ടാക്കി. തിരുവനന്തപുരം കോർപ്പറേഷൻ നമുക്ക് ഭരിക്കാൻ കഴിഞ്ഞു. കൊല്ലത്തും വലിയ മുന്നേറ്റം നമുക്കുണ്ടായി. ഈ നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുമ്പോഴും നമ്മുടെ നിയമസഭാ മണ്ഡലം, നമ്മുടെ കൊല്ലം വെസ്റ്റ് ജില്ല എന്നുള്ള നിലയിൽ നമ്മൾ ചിന്തിക്കുമ്പോൾ നമുക്ക് 6 നിയമസഭാ മണ്ഡലമാണുള്ളത്. 6 നിയമസഭാ മണ്ഡലത്തിലും 5 നിയമസഭാ മണ്ഡലത്തിലും 97,000 വോട്ടുണ്ടായിരുന്ന പാർട്ടി ഇന്ന് 1,36,000 വോട്ടുള്ള പാർട്ടിയായി കൊല്ലം വെസ്റ്റ് ജില്ല മാറി. ഈ പ്രവർത്തനത്തിന് നേതൃത്വം കൊടുത്തത് നമ്മുടെ പ്രിയപ്പെട്ട സഹപ്രവർത്തകന്മാരുടെ ഒരു കൂട്ടായ പരിശ്രമമാണ്. ഇപ്പൊ ചാത്തന്നൂരിൽ നിൽക്കുന്ന സമയത്ത് ഇപ്പൊ നമ്മുടെ പ്രിയങ്കരനായിട്ടുള്ള ജനറൽ സെക്രട്ടറി പ്രകാശി അടക്കം വഴിയിരിപ്പുണ്ട്. ചാത്തന്നൂരില് നമ്മുടെ കേരളത്തിൽ ആദ്യം നിയമസഭാ ഇൻചാർജുമാരെ തീരുമാനിക്കുന്ന സമയത്ത് ചാത്തന്നൂരിന്റെ ഇൻചാർജായ ബഹുമാനായിട്ടുള്ള ഗോമൻ സാർ തന്നെയായിരുന്നു നിശ്ചയിച്ചിട്ടുള്ളത്. സഹ ഇൻചാർജായി പ്രകാശ് പാപ്പാടിയെ നിശ്ചയിച്ചു. ഞാൻ കൊല്ലത്തിന്റെ ഇൻചാർജായിട്ടാണ് എന്റെ പാർട്ടി നിശ്ചയിച്ചത്. അദ്ദേഹം സ്ഥാനാർത്ഥിയായ സമയത്താണ് എന്നെ ചാത്തന്നൂർ ഇൻചാർജായി നിശ്ചയിക്കുന്നത്. അപ്പൊ പ്രകാശ് പാർട്ടിയുടെ ജില്ലാ ജനറൽ സെക്രട്ടറിയാണ്. അവിടുത്തെ സഹ ഇൻചാർജായ നിശ്ചയിച്ച സമയം മുതൽ അവിടെ കേന്ദ്രീകരിച്ച് നടത്തിയിട്ടുള്ള പ്രവർത്തനങ്ങളുണ്ട്. അതോടൊപ്പം ഇവിടെ നിൽക്കുന്ന ആ ചാത്തന്നൂർ മണ്ഡലത്തിലെ സഹപ്രവർത്തകർ, മണ്ഡലം പ്രസിഡന്റുമാരും ജനറൽ സെക്രട്ടറിമാരും കൺവീനറും, ഞാൻ അങ്ങനെ ഓരോരുത്തരെയും പേരെടുത്ത് പറയുന്നില്ല. അങ്ങനെ നിരവധി പ്രവർത്തകന്മാരുടെ വിശ്രമമില്ലാതെ ഈ കടുത്ത ചൂടിനെയും അവഗണിച്ചുകൊണ്ട് അവിടുത്തെ സാധാരണക്കാരായ ബൂത്ത് തലത്തിലെ പ്രവർത്തകന്മാരുടെ കഷ്ടപ്പാടും യാതനയും ആ ഫലമൊന്ന് വന്ന സമയത്ത് നമ്മൾ അവിടുത്തെ നമ്മുടെ സഹപ്രവർത്തകന്മാർ, നമ്മുടെ മുതിർന്ന സംഘകാര്യകർത്താക്കന്മാർ അടക്കമുള്ളവരുടെ കണ്ണുകളിൽ നിന്ന് വന്ന അഗ്നി, അവരുടെ കണ്ണിൽ വന്ന കണ്ണുനീര്, തീഷ്ണമായിട്ടുള്ള ആ കണ്ണുനീരെന്ന് സൂചിപ്പിക്കുന്നത് നമ്മുടെ സംഘടനയ്ക്ക് വേണ്ടി നമ്മുടെ ജീവിതം, എത്രയെത്രയോ സഹപ്രവർത്തകന്മാർ നമ്മുടെ പ്രസ്ഥാനത്തിന് വേണ്ടി ജീവൻ കൊടുത്തു. ഇന്നും ജീവിക്കുന്ന ബലിദാനികളായി ജീവിക്കുന്നു. എത്രയെത്രയുടെ കുടുംബം തകർന്നു. ഇന്നും ജയിലുകളിൽ ഈ പ്രസ്ഥാനം ഒന്ന് പടുത്തുയർത്താൻ വേണ്ടി. അപ്പം അവരുടെ എല്ലാം ആകെയുള്ള ആശയും പ്രതീക്ഷയും എന്നൊക്കെ പറഞ്ഞ് എങ്ങനെയെങ്കിലും ഞങ്ങൾക്ക് ഇവിടുന്ന് ജയിക്കണം. തോറ്റ് മുന്നോട്ട് പോയിട്ടുള്ള ഒരു രാഷ്ട്രീയ പാർട്ടി ഇന്ന് ജയിക്കുവാനും ഭരിക്കുവാനും കരുത്തുള്ള ഒരു രാഷ്ട്രീയ പാർട്ടിയായി നമ്മൾ മാറുന്നു എന്ന് പറഞ്ഞാൽ ഇവിടെ ഞാനും നിങ്ങളും അടക്കമുള്ള മുഴുവൻ നമ്മുടെ സഹപ്രവർത്തകന്മാരുടെയും ഒരു കൂട്ടായ പരിശ്രമത്തിന്റെ ഭാഗമാണ്. ഈ പരിശ്രമം നമുക്ക് ഇവിടെ അവസാനിപ്പിക്കാൻ പാടില്ല. ഈ പരിശ്രമം എന്ന് പറയുമ്പോൾ 3 വർഷം കഴിയുമ്പോഴേക്കും വീണ്ടും നമ്മുടെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് വന്നു. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നമുക്ക് തൃശ്ശൂരിൽ നിന്നൊരു ജനപ്രതി ഉണ്ടായി. ഈ വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കൊല്ലം പാർലമെന്റ് മണ്ഡലത്തിന്റെ ഒരു ജനപ്രതി നമുക്കുണ്ടാകണം. അതിന് വേണ്ടുന്ന വിശ്രമമില്ലാത്ത പ്രവർത്തനം. ഇപ്പൊ നമ്മൾ 3 MLA-മാരെ സൃഷ്ടിച്ചു. കോർപ്പറേഷനിൽ 12 ജനപ്രതി വന്നു. നാളെ മുതൽ വിശ്രമിക്കാം. ഇനി 3 വർഷം കഴിഞ്ഞ് തെരഞ്ഞെടുപ്പുള്ളൂ എന്ന ചിന്താഗതി നമുക്ക് പാടില്ല. നമ്മൾ നിലവിൽ ഉണ്ടാക്കിയിട്ടുള്ള ബൂത്ത് തല സംവിധാനങ്ങളുണ്ട്. ഇപ്പൊ ചാത്തന്നൂരാകട്ടെ, മറ്റു നിയമസഭാ മണ്ഡലങ്ങളിലാകട്ടെ, ചാത്തന്നൂരിൽ ഒരുപക്ഷെ എനിക്ക് തോന്നുന്നു ഇത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം വളരെ കൂടുതൽ എന്ന് പറഞ്ഞാൽ ആ ബൂത്തിലെ ഓരോ വോട്ടർമാരെയും ഐഡന്റിഫൈ ചെയ്തുകൊണ്ട് ബിജെപിക്ക് ചെയ്യുന്ന വോട്ടർമാരെ തിരിച്ചറിഞ്ഞുകൊണ്ട് എവിടെയൊക്കെയാണോ ബിജെപിക്ക് വോട്ട് കുറവുണ്ടെങ്കിൽ അവിടെ കൂടുതൽ ശ്രദ്ധ കൊടുത്തുകൊണ്ട് അവിടെ ബിജെപി മാത്രമല്ല പ്രവർത്തനം നടത്തി. നമ്മുടെ മുഴുവൻ സംഘപരിവാർ സംഘത്തിന്റെ സംസ്ഥാന തലത്തിൽ പ്രവർത്തിക്കുന്നവർ, വിഭാഗ തലത്തിൽ പ്രവർത്തിക്കുന്ന മുഴുവൻ സമയം തന്റെ ജീവിതം സംഘടനയ്ക്ക് വേണ്ടി സമർപ്പിച്ചിട്ടുള്ള പ്രചാരകന്മാരായിട്ടുള്ള നമ്മുടെ കാര്യകർത്താക്കന്മാർ അടക്കം അഹോരാത്രം പണിയെടുത്ത് അവരുടെ എല്ലാം ആവേശവും. RSSനെ സംബന്ധിച്ച് വ്യക്തിപരമായി പറഞ്ഞാൽ അവർക്ക് ബിജെപിയെ ജയിപ്പിക്കേണ്ട ആവശ്യകതയൊന്നുമില്ല. RSSന്റെ പ്രവർത്തനം രാഷ്ട്രീയ പ്രവർത്തനമൊന്നുമല്ല. പക്ഷേ ഈ സമാജത്തിന്റെ, ഈ ഭാരതത്തിന്റെ തനിമയും സംസ്കാരവും ദേശീയതയും ഒക്കെ ഉൾക്കൊള്ളുന്ന ഒരു രാഷ്ട്രീയ സംഘടന, രാജനൈതിക രംഗത്ത് പ്രവർത്തിക്കുന്ന രാഷ്ട്രീയ സംഘടനയാണ് നമ്മുടെ സംഘടന. ആ സംഘടനയെ കേരളത്തിന്റെ ഭരണസിരാ കേന്ദ്രത്തിലേക്ക് ഉയർത്തണമെന്ന രാഷ്ട്രീയ സ്വയം സേവക സംഘത്തിന്റെ തിരിച്ചറിവ്. ആ തിരിച്ചറിവാണ് നമ്മുടെ എല്ലാ സ്ഥലത്തും ഉണ്ടായിട്ടുള്ള ആ കൂട്ടായ്മ. ഒരുപക്ഷെ ചാത്തന്നൂരിൽ ആ കൂട്ടായ്മ 100% പൂർത്തീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ കഴിഞ്ഞതുകൊണ്ടാണ് അവിടെ ജയിക്കാൻ കഴിഞ്ഞത്. ഇതൊരു മോഡലാണ്. ഇത് ചാത്തന്നൂർ മോഡൽ എന്ന് പറയുമ്പോൾ ഇന്ന് കേരളം ചർച്ച ചെയ്യപ്പെടുന്നു.
ഇന്ന് ദേശീയ തലത്തിൽ ദേശീയ മാധ്യമങ്ങൾ, ദേശീയ ഇംഗ്ലീഷ് മാധ്യമങ്ങൾ അടക്കം ചാത്തന്നൂരിനെ പ്രകീർത്തിച്ചുകൊണ്ടുള്ള ന്യൂസുകൾ വരുന്നു. അപ്പോ ഇതൊരു റോൾ മോഡലായി മറ്റു മണ്ഡലങ്ങൾ, നമ്മുടെ ജില്ലയിലെ മറ്റു മണ്ഡലങ്ങൾ നമുക്ക് പ്രവർത്തിച്ചാൽ, നമ്മൾ കഷ്ടപ്പെട്ടാൽ, നമ്മൾ ജനങ്ങളോടൊപ്പം ചേർന്ന് നിന്ന് പ്രവർത്തിച്ചാൽ ജയിക്കാൻ കഴിയുമെന്ന ബോധ്യം നമുക്കുണ്ടായി. ആ ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിൽ കൂടുതൽ കരുത്തോടുകൂടി, കൂടുതൽ ആവേശത്തോടുകൂടി മുന്നോട്ടുള്ള പ്രവർത്തനത്തിന് നിങ്ങളെല്ലാവരും ഒറ്റക്കെട്ടായി നിന്ന് മുന്നോട്ട് പോകണമെന്ന് മാത്രം ഈ അവസരത്തിൽ സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കും. ഇന്ന് ഈ പരിപാടി ഇവിടെ നിശ്ചയിച്ച സമയത്ത് നമുക്കറിയാം ഈ ഹാളിന്റെ ബാഹുല്യം അറിയാം. പക്ഷെ അത് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് നിശ്ചയിച്ചിട്ടുള്ളത്. ഈ ഹാളിൽ ഉൾക്കൊള്ളാവുന്ന ഒരു പരിമിതി ഉണ്ട്. അതിനനുസരിച്ചിട്ടുള്ള അറിയിപ്പുകളും കാര്യങ്ങളും ഒക്കെയാണ് നമുക്ക് ഒരുപക്ഷെ നമുക്ക് 2000, 5000 പേരെയൊക്കെ പങ്കെടുപ്പിച്ചുകൊണ്ട് വലിയ പരിപാടികളും. പക്ഷെ ഇന്ന് നമ്മുടെ MLA ആദ്യമായി വരുമ്പോൾ നമ്മുടെ ജില്ലാ ഓഫീസിൽ നമ്മുടെ എല്ലാവരുടെയും മുന്നോട്ടുള്ള പ്രയാണത്തിന് നമ്മുടെ കേന്ദ്രം എന്ന് പറയുന്നത് നമ്മുടെ ജില്ലാ ഓഫീസാണ്, നമ്മുടെ തറവാട്. അപ്പൊ ഈ തറവാട് മുറ്റത്ത് അദ്ദേഹത്തിന് ആദ്യത്തെ സ്വീകരണം കൊടുത്തുകൊണ്ടാണ് നമ്മൾ ഇന്ന് ഈ യോഗം ഇവിടെ ഉദ്ഘാടനം ചെയ്യപ്പെടുന്നത്. അതിന് സഹകരിച്ചിട്ടുള്ള മുഴുവൻ സഹപ്രവർത്തകരെയും അഭിനന്ദിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ നിർത്തുന്നു. അടുത്തതായി ഇത് ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടി ബഹുമാന്യായിട്ടുള്ള പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറിയും നമ്മുടെ സംഘടനാ പ്രവർത്തനങ്ങൾക്ക് കഴിഞ്ഞ 7-8 മാസക്കാലമായി നേതൃത്വം കൊടുക്കുന്ന നമ്മുടെ ജില്ലയുടെ പ്രഭാരി കൂടിയായിട്ടുള്ള ശ്രീമതി MB അഞ്ജനയെ ക്ഷണിച്ചോളുന്നു. ബഹുമാന്യനായിട്ടുള്ള ഈ യോഗത്തിന്റെ അധ്യക്ഷൻ കൊല്ലം വെസ്റ്റ് ജില്ലാ പ്രസിഡന്റ് ശ്രീ S. പ്രശാന്ത് അവർക്ക്, നമ്മുടെ അഭിമാനവും ഏറ്റവും പ്രിയങ്കരനുമായിട്ടുള്ള ചാത്തന്നൂർ MLA ശ്രീ ഗോപകുമാർ സർ, നിയുക്ത എന്ന് പറഞ്ഞ വാക്ക് ഞാൻ ഉപയോഗിച്ചിട്ടില്ല, നിയുക്ത അല്ല, സർട്ടിഫിക്കറ്റ് മേടിച്ചു, അദ്ദേഹം MLA ആയി. ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവർക്കും, വേദിയിലും ഈ തിങ്ങി നിറഞ്ഞ സദസ്സിലും ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവർക്കും എന്റെ വിനീതമായ നമസ്കാരം. ഞാന് സ്വാഗതം പറയുമ്പോഴും അധ്യക്ഷൻ സംസാരിക്കുമ്പോഴും ഞാൻ ഓരോ വാക്കുകളും വളരെ കൃത്യമായി ശ്രദ്ധിക്കുകയായിരുന്നു. കാരണം ഇനി മുതൽ ഉദ്ഘാടന പ്രസംഗം ആദ്യമാക്കണമെന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ഇങ്ങോട്ടൊന്ന് നടന്നു വന്നത്. എനിക്ക് പറയാനൊന്നുമില്ല. എനിക്ക് എന്താ പറയുന്നത്, നമ്മൾ ഈ എക്സ്റ്റസി എന്ന് പറയും, അതായത് ഓവർവെൽംഡ് വിത്ത് സന്തോഷം. ഈ സന്തോഷം കൂടിയിട്ട് എന്ത് പറയണമെന്ന് അറിയില്ല. ഒരു ചിങ്ങമാസത്തിൽ ഒരു ഓണത്തിന് വേണ്ടി, ഒരു സെലിബ്രേഷന് വേണ്ടിയിട്ട് ഞാൻ ആദ്യം ഈ കൊല്ലത്തിന്റെ വെസ്റ്റിന്റെ സഹപ്രഭാരിയായിട്ട് ഞാനിവിടെ വരുന്നത്, എന്നെ ഇവിടേക്ക് ക്ഷണിക്കുന്നത്. ഞാനിവിടെ വന്ന് ഇവിടെ ഓരോരുത്തരെയും കണ്ട് പരിചയപ്പെട്ട് അന്ന് ചാത്തന്നൂരിലെ മണ്ഡലം അധ്യക്ഷനായിട്ടുള്ള കിച്ചുവല്ല പ്രദീപേട്ടന്റെ മിമിക്രിയും പാട്ടും ഡാൻസും ഒക്കെ കണ്ട് വളരെ സന്തോഷിച്ച് അന്ന് ഞാന് നമ്മുടെ പ്രിയങ്കരനായിട്ടുള്ള മേയർ VV രാജേഷേട്ടനോടൊപ്പം ഇവിടുന്ന് തിരിച്ചു പോയിട്ട് മനസ്സിലാലോചിച്ചു, കൊള്ളാം, നല്ല ബെസ്റ്റ് ജില്ലയാണ്, നമുക്ക് എന്തെങ്കിലുമൊക്കെ ഇവിടെ ചെയ്യാനുണ്ട്. അന്ന് ഞാൻ ഇവിടുത്തെ സഹപ്രഭാരിയായിരുന്നു. ഞാനിവിടെ 2 ദിവസം മുന്നേ ഗോപൻ സാറിന് ഒരു സ്വീകരണം ഉണ്ടായിരുന്നു തിരുവനന്തപുരം ജില്ലയിൽ, നമ്മുടെ സംസ്ഥാന ഓഫീസിലെ കാര്യാലയത്തിൽ ഒരു സ്വീകരണം ഉണ്ടായിരുന്നു. ആ സ്വീകരണത്തിൽ വന്നപ്പോ നമ്മുടെ ഏറെ ബഹുമാന്യനായിട്ടുള്ള സംസ്ഥാന അധ്യക്ഷനും മുരളിയേട്ടനും ഗോപൻ സാറും ഇങ്ങനെ അടുത്തടുത്തിരുന്നപ്പോ ഞാൻ അടുത്ത് വന്നിട്ട് രാജീവേട്ടനോട് പറഞ്ഞു, ചെന്ന് കയറിയ പെണ്ണിന്റെ ഐശ്വര്യമാണ് ചേട്ടാ കൊല്ലത്ത് കാണുന്നത്. കൊല്ലം കണ്ടവൻ ഇല്ലം വേണ്ട എന്നൊക്കെ പറയുമെങ്കിലും ഒരു സമയത്ത് അങ്ങനെയായിരുന്നു. എനിക്ക് കുറച്ചുകൂടി പറയാൻ പറ്റുന്നത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ തെരഞ്ഞെടുപ്പിന് തൊട്ട് മുന്നോട്ട് കിച്ചുവും പ്രദീപേട്ടനോടുണ്ട്. പ്രദീപേട്ടൻ ഒരു സമയത്ത് കിച്ചുവൊക്കെ എന്നെ ഫോൺ എടുക്കാൻ വയ്യ, കാരണം ഇവിടെ വന്നാൽ ഞാൻ പോകത്തില്ല. രാത്രി 11 മണിക്കും 12 മണിക്കും ഇവർക്ക് എന്നെ തള്ളിവിടേണ്ട അവസ്ഥ ഉണ്ടായിട്ടുണ്ട്. എനിക്ക് വളരെയധികം സന്തോഷമുള്ളത് ആദ്യം ഞാൻ പ്രവർത്തിച്ച മണ്ഡലം ചാത്തന്നൂരായിരുന്നു എന്നുള്ളതാണ്. നമുക്കറിയാം, ചാത്തന്നൂരിലെ ചില വീടുകളിൽ ഞാൻ പോവുകയും കുറച്ചധികം വീടുകളിൽ പോവുകയും മണ്ഡലങ്ങളിലല്ലാതെ ബൂത്ത് മീറ്റിംഗുകൾ എടുക്കാൻ എനിക്ക് പറ്റുകയും അവിടുത്തെ ഓരോ ആളുകളെയും എനിക്ക് പരിചയപ്പെടാൻ പറ്റുകയും, ഞാൻ പറയുന്നത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെ തെരഞ്ഞെടുപ്പാണ്. അന്ന് മണ്ഡലം അധ്യക്ഷനായിരുന്ന പ്രദീപേട്ടൻ ഇന്ന് മണ്ഡലം അധ്യക്ഷനോടൊപ്പം തന്നെ അദ്ദേഹം ഒരു മെമ്പറാണ്, അന്നത്തെ വിഷ്ണു മെമ്പറാണ്. അങ്ങനെ ഓരോരുത്തരും എനിക്ക്
ഓരോ കിച്ചുവിനോടും ഞാൻ ആദ്യം ചാത്തന്നൂർ മണ്ഡലം ഓഫീസിലേക്ക് വന്നിട്ട്, കിച്ചു ഇല്ലേ അവിടെ? കൃഷ്ണപ്രസാദ് ഇല്ലേ? കൃഷ്ണരാജില്ലേ? ആ, കിച്ചുവിനോട് ഞാൻ ആദ്യം പറഞ്ഞത്, കിച്ചു ഓഫീസ് കുറച്ചുകൂടി ശരിയാക്കണം, കാരണം MLA-ക്കൊക്കെ വരാൻ, ഇവിടെ ഒരുപാട് പ്രതിനിധികൾക്ക് വരാനുള്ള ഓഫീസാണ് എന്ന് പറഞ്ഞ് ഓരോ ദിവസവും ഇവരെല്ലാവരെയും ബുദ്ധിമുട്ടിച്ച് ഓരോ ദിവസവും ഞാൻ ഓരോ പരിപാടികൾ വെച്ച് ഓരോ ബൂത്തുകളിലേക്ക് ചെന്നുകൊണ്ട് ചാത്തന്നൂരിന്റെ സ്പന്ദനം, എന്നോട് ജില്ലയിൽ നിന്ന് സംസ്ഥാനത്ത് നിന്ന് പറഞ്ഞിരുന്നത് ചാത്തന്നൂര് എന്ന മണ്ഡലം ശ്രദ്ധിക്കണമെന്നാണ്. അന്ന് ആ മണ്ഡലത്തില് അത് ശ്രദ്ധിക്കണമെന്ന് പറഞ്ഞ ആളുകൾക്ക് അറിയാമായിരുന്നു. കാരണം നിതാന്ത പരിശ്രമം എന്ന് ഇപ്പൊ പലരും ഉപയോഗിച്ച വാക്കുകളിൽ നിന്ന് വ്യത്യസ്തമല്ല. എല്ലാവരും പറഞ്ഞു, നമ്മള് വെറുതെ ഒന്നും ഭാരതീയ ജനതാ പാർട്ടിക്ക് ഒന്നും കിട്ടിയിട്ടില്ല എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ഞാനൊരു വലിയ പ്രസംഗത്തിലേക്കൊന്നും കിടക്കുന്നില്ല. നമ്മളങ്ങനെ പെട്ടെന്നൊന്നും ഒന്നും കിട്ടി വന്നവരല്ല. ഈ ഇരിക്കുന്നവരാരെങ്കിലും ഒരാള് അല്ലെങ്കിൽ ഈ അടുത്ത് ഈ പാർട്ടിക്ക് വേണ്ടിയിട്ട്, നമ്മുടെ പ്രസ്ഥാനത്തിന് വേണ്ടിയിട്ട് പ്രവർത്തിച്ചിട്ട് നമുക്ക് ഒരു MLA ഉണ്ടാകുമെന്നും മെമ്പർ ഉണ്ടാകുമെന്നും അല്ലെങ്കിൽ തിരുവനന്തപുരം കോർപ്പറേഷൻ ഭരിക്കുമെന്നുമെന്നുള്ള വിശ്വാസത്തിന്റെ പുറത്ത് ഈ പാർട്ടിയിലേക്ക് ഇറങ്ങി ഇന്നലെ വന്ന് പ്രവർത്തിച്ചവർ ആരുമല്ല ഇവിടെ ഇരിക്കുന്നവരെല്ലാവരും. പ്രത്യേകിച്ച് നേരത്തെ പ്രശാന്ത് ചേട്ടൻ സൂചിപ്പിച്ചതുപോലെ, ഞാൻ കണ്ടു പ്രശാന്ത് ചേട്ടൻ സൂചിപ്പിച്ചതുപോലെ അദ്ദേഹം ഗോപൻ സാറ് തിരുവനന്തപുരത്ത് സംസ്ഥാന കാര്യാലയത്തിൽ എന്ന് പറഞ്ഞു, ശ്രീരേഖ മാം കഴിഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും ജൂനിയർ ആയിട്ടുള്ള ആള് ഞാനാണ് എന്ന് അദ്ദേഹം പറഞ്ഞു. ഞാൻ വളരെ പെട്ടെന്ന് പാർട്ടി ഒരു നിർദ്ദേശം പറഞ്ഞപ്പോൾ അദ്ദേഹം മറ്റൊന്നും ആലോചിക്കാതെ മെമ്പർഷിപ്പ് എടുത്ത് അദ്ദേഹം കാൻഡിഡേറ്റ് ആയി. അവിടെ അദ്ദേഹം എനിക്ക് തോന്നുന്നു ഏകദേശം ഒരു 3 ഇരട്ടി വോട്ട് അധികം പിടിച്ചിട്ട് ആ സമയത്ത്, അല്ലയോ കറക്റ്റാണോ സാറേ ഞാൻ പറഞ്ഞത്? 10 ഇരട്ടി വോട്ട് പിടിച്ച് അദ്ദേഹം അന്ന് ഒരു ഭയങ്കര ലീഡ് ചാത്തന്നൂർ നടത്തി. അത് കഴിഞ്ഞിട്ട് അദ്ദേഹം അവിടെ വിട്ടിട്ട് അദ്ദേഹം ജോലിക്ക് പോയോ? അങ്ങനെയൊന്നുമല്ല, അവിടെ നിന്നു, അവിടെ ഫൗണ്ടേഷൻ ഇട്ടു. ഒരു വീട് കെട്ടിപ്പടുക്കുന്നതിന് മുന്നേ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് എന്താണ്? അതിന്റെ ഫൗണ്ടേഷൻ കറക്റ്റായിട്ട് ഇടുക എന്നുള്ളത്. അദ്ദേഹം അവിടെ നിന്നു, അദ്ദേഹം അവിടെ പ്രവർത്തകരെ ഒരുമിച്ച് ചേർത്ത് പിടിച്ചു. അദ്ദേഹം ഓരോ വീടിന്റെയും സ്വന്തം ആളായി മാറി. ഓരോരുത്തരുടെ വീട്ടിൽ ചെന്നിട്ടും പേരെടുത്ത് വിളിക്കാൻ പറ്റുന്ന രീതിയിൽ അദ്ദേഹം ആ വീട്ടിന്റെ ഒരു സഹോദരനും അല്ലെങ്കിൽ ഒരു ചേട്ടനും അല്ലെങ്കിൽ എന്താ പറയുന്ന അങ്ങനെ ഒരു ചാത്തന്നൂരിന്റെ എല്ലാമായി അദ്ദേഹം നിന്നു. അടുത്ത 5 വർഷം കഴിഞ്ഞു, അദ്ദേഹം വീണ്ടും കാൻഡിഡേറ്റ് ആയി. വീണ്ടും അദ്ദേഹം 10,000 വോട്ട് കൂടുതൽ പിടിച്ചുകൊണ്ട് അദ്ദേഹം ഒരു വലിയ മുന്നേറ്റം അവിടെ നടത്തി. അവിടെ എത്തിയിട്ടും അദ്ദേഹത്തിന്റെ മനസ്സ് മടുത്തില്ല. അദ്ദേഹം മറ്റുള്ളവർക്ക് കാണിച്ചു. നമ്മൾ ഓരോരുത്തരും പഠിക്കേണ്ടത് അദ്ദേഹത്തിന്റെ അടുത്തുനിന്നാണ്. എങ്ങനെയാണ് സ്ലോ ആൻഡ് സ്റ്റഡി വിൻസ് ദ റേസ് എന്ന് നമ്മൾ കൊച്ചിലെ പറയും. എന്താണ് എന്ന് ഒരു അധ്യാപകനായതുകൊണ്ട് തന്നെ ആചാര്യനും അധ്യാപകനും ഒക്കെ തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട്. പണ്ട് സംഘത്തിന്റെ ബാലഗോകുലത്തിന്റെ ഒക്കെ ക്ലാസ്സിൽ പോകുമ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. സ്വന്തം ജീവിതത്തിലൂടെ സ്വന്തം ജീവിതം ഒരു ഉദാഹരണമായി അദ്ദേഹം കാണിച്ചുകൊണ്ട് അവിടെ നിന്ന് പ്രവർത്തിച്ചുകൊണ്ട് 3ാമത്തെ തവണ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ആ ദിവസം ഞാൻ സംസ്ഥാന ഓഫീസിൽ നിന്നും ഈ തെരഞ്ഞെടുപ്പ് എല്ലാവരും വീക്ഷിക്കുമ്പോ നമ്മള് എല്ലാവരും നിയമത്തിന്റെ റിസൾട്ട് ഇങ്ങനെ വളരെ ഉറ്റുനോക്കുകയായിരുന്നു. ഞാൻ ആ സമയത്ത് ചാത്തന്നൂരിന്റെ റിസൾട്ടും. അപ്പോ ആദ്യമായി താമര വിരിച്ച്, നിങ്ങൾ വീഡിയോയിലൂടെ നോക്കിയാൽ അറിയാം, ആദ്യമായി ചാത്തന്നൂരിൽ താമര വിരിഞ്ഞ് ഗോപൻ സാറിനെ നിങ്ങൾ എല്ലാവരും എടുത്തു വെക്കുമ്പോൾ ഞങ്ങൾ സംസ്ഥാന കാര്യാലയത്തിന് ഏറ്റവും കൂടുതൽ, അതായത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിജി ആദ്യമായി ആ പാർലമെന്റിലേക്ക് കയറാൻ നമ്മളൊരു ഭാരതീയ ജനതാ പാർട്ടി ഭരിച്ചില്ലേ, അന്ന് ഉണ്ടായ സന്തോഷത്തിനെക്കാട്ടിലും 1000 മടങ്ങ് സന്തോഷം നമ്മൾക്ക് ഓരോരുത്തർക്കും ഉണ്ടായത്. നമ്മൾ ഇത്തവണ ഈ കേരളത്തില് നമ്മുടെ 3 പേരിൽ ഒരാളായിട്ട് ചാത്തന്നൂരിൽ നിന്നും നമ്മുടെ സ്വന്തം ഗോപൻ സാറ് വന്നതാണ്. അപ്പോ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഞങ്ങൾക്ക് ഉറ്റുനോക്കുവാൻ സാറിന്റെ ജീവിതത്തിലൂടെ ഞങ്ങൾക്ക് കാണിച്ചു തന്നത്, ഞങ്ങളുടെ പ്രവർത്തകർ ഇനി പഠിക്കേണ്ടത് സാറിലൂടെയാണെന്ന് എനിക്ക് ഓരോരുത്തരോടും പറയാനുള്ളൂ. നേരത്തെ പ്രശാന്ത് ചേട്ടൻ സൂചിപ്പിച്ചു, ഇതുകൊണ്ട് തീരുന്നില്ല, ഇനി വരുന്നുണ്ട്. സാർ അവിടെ പറഞ്ഞു 3-ൽ നിന്നും 73-ലേക്ക്. ഈ 3-ൽ നിന്നാണ് നമ്മൾ തുടങ്ങുന്നത്. ബംഗാളിന്റെ അവസ്ഥ എന്താണെന്ന് നമുക്കറിയാലോ. അടുത്തത് കേരളമാണ്. 3-ൽ നിന്നും 30 ആകാനും 30-ൽ നിന്നും 60-ഉം 73-ഉം ആകാനും കാര്യപ്രാപ്തിയുള്ള പ്രവർത്തകരുള്ള ഈ ഭാരതീയ ജനതാ പാർട്ടിയിൽ അടുത്ത തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് വീണ്ടും ഒരു അടുത്ത തെരഞ്ഞെടുപ്പില് ഭാരതീയ ജനതാ പാർട്ടി കേരളത്തിൽ അധികാരത്തിലെത്തുമ്പോൾ ഒരു
മന്ത്രി കസേരയിൽ നമ്മൾ ഉറ്റുനോക്കുന്ന ഒരാളിവിടെ ഇരിക്കുന്നുണ്ടെന്നും അന്ന് എനിക്ക് ഇതുപോലെ പറയാൻ പറ്റും. ഞാനും ഉണ്ടായിരുന്നു ചാത്തന്നൂരില്, ഒരാളുടെയെങ്കിലും വോട്ട് വാങ്ങാൻ നമ്മളെല്ലാവരും ഉണ്ടായിരുന്നു എന്ന് അഭിമാനത്തോടു കൂടി നമ്മൾക്ക് എല്ലാവർക്കും പറയാൻ പറ്റുമെന്നും ഈ ചാത്തന്നൂരിന്റെ വിജയത്തിന് മാത്രമല്ല, നമുക്കറിയാം നമ്മൾ ഇഞ്ചോടിഞ്ച് പോരാട്ടം നടത്തിയ ഒരുപാട് സ്ഥലങ്ങളുണ്ട്. നമ്മുടെ ഈ 6 മണ്ഡലത്തും ഒന്നിൽ നിന്ന് തുടങ്ങി 6 മണ്ഡലങ്ങളും നമുക്ക് സ്വന്തമാകുന്ന ഒരു സമയം വിദൂരമല്ല എന്നും അതിനു വേണ്ടിയിട്ട് ഗോപൻ സാറിനെ ഒരു പാഠപുസ്തകമായി കണ്ട് നമ്മൾ ഓരോരുത്തരും അത് പഠിച്ചുകൊണ്ട് അതിൽ നിന്നും പാഠങ്ങൾ എടുത്തുകൊണ്ട് മുന്നേറിക്കൊണ്ട് കൊല്ലത്ത് നമ്മുടെ 6 MLA-മാരുടെ ഇപ്പൊ ഒരു MLA-യുടെ വണ്ടി കുറച്ചു ദിവസം മുന്നേ ഞാനിവിടെ, എനിക്ക് തോന്നുന്നു ചേട്ടനെ ഓർക്കുന്നുണ്ടോ, നമ്മള് ഓഫീസ് ഉദ്ഘാടനം ചെയ്യാനായിട്ട് വന്നപ്പോ, അതായത് NDA-യുടെ തെരഞ്ഞെടുപ്പ് കാര്യം ഉദ്ഘാടനം ചെയ്യാൻ വന്ന ആ ഉള്ളവർ ഞാൻ പറഞ്ഞിരുന്നു. അന്ന് നമ്മൾ അതിനുശേഷം നമ്മൾ എന്താണ് എടുത്തിരിക്കുന്നത്, നമ്മുടെ പുതിയ ഓഫീസിന്റെ മുന്നിൽ MLA-യുടെ കാറ് ഇതിന്റെ മുന്നിൽ കിടക്കുന്ന ഒരു ദിവസമാണ് ഇനി വരാൻ പോകുന്നത്. അത് യാഥാർത്ഥ്യമായതിന്റെ സന്തോഷത്തിൽ നിന്നുകൊണ്ട് ഇത് ഈ തെരഞ്ഞെടുപ്പ് വേണ്ടിയിട്ട് പ്രവർത്തിച്ച ഓരോരുത്തർക്കും ഹൃദയത്തിന്റെ ഭാഷയിൽ നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ ഈ പരിപാടി ഉദ്ഘാടനം ചെയ്തതായി സംസാരിച്ചുകൊണ്ട് നിർത്തുകയാണ്. നന്ദി, നമസ്കാരം, വന്ദേ മാതരം. നമ്മളെല്ലാവരും വളരെ ആവേശത്തോടുകൂടി കേൾക്കാൻ ആഗ്രഹിക്കുന്ന വാക്കുകൾ, നമ്മുടെ ആദ്യത്തെ താമര വിരിയിച്ച അദ്ദേഹത്തിന്റെ വാക്കുകൾ നമ്മുടെ മുന്നോട്ടുള്ള രാഷ്ട്രീയ പ്രവർത്തനത്തിനും പൊതുപ്രവർത്തനത്തിനും പ്രചോദനമാകട്ടെ. അദ്ദേഹത്തിന്റെ വാക്കുകൾക്ക് ശേഷം നമുക്ക് അദ്ദേഹത്തെ എല്ലാവർക്കും സ്വീകരിക്കാം. നമ്മളോട് സംസാരിക്കുന്നതിന് വേണ്ടി, നമ്മളെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുന്നതിന് വേണ്ടി ബഹുമാനായിട്ടുള്ള നമ്മുടെ ചാത്തന്നൂർ MLA ഗോപകുമാർ സാറിനെ ആദരപൂർവ്വം ക്ഷണിച്ചു. ബഹുമാനായ യോഗത്തിന്റെ അധ്യക്ഷൻ, പാർട്ടിയുടെ ജില്ലാ പ്രസിഡന്റ് എന്റെ പ്രിയ സുഹൃത്ത് ശ്രീ പ്രശാന്ത്, ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത പാർട്ടിയുടെ ബഹുമാന്യായ സംസ്ഥാന സെക്രട്ടറി ശ്രീമതി അഞ്ജന, അധ്യക്ഷവേദിയിലുള്ള ബഹുമാന്യരായ നേതാക്കന്മാർ, ഏറെ ബഹുമാന്യരായ സഹപ്രവർത്തകരെ, സഹോദരി സഹോദരന്മാർക്കും വിനീതമായ നമസ്കാരം. ഇന്ന് ദേശീയ രാഷ്ട്രീയത്തിൽ ഏറെ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു നിയമസഭാ മണ്ഡലം ചാത്തന്നൂരായി മാറി എന്നിവിടെ സൂചിപ്പിച്ചു. അങ്ങനെ ദേശീയ രാഷ്ട്രീയം ചർച്ച ചെയ്യപ്പെടുന്ന ഒരു മണ്ഡലമാക്കി ചാത്തന്നൂരിനെ മാറ്റിയത് സംഘപരിവാർ പ്രസ്ഥാനങ്ങളുടെ ഒരു കൂട്ടായ പ്രവർത്തനം, തുടർച്ചയായ ഒരു കൂട്ടായ പ്രവർത്തനം. ആ പ്രവർത്തനമാണ് ഇന്ന് ദേശീയ രാഷ്ട്രീയത്തിൽ ഏറെ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു മണ്ഡലമാക്കി ചാത്തന്നൂരിനെ മാറ്റിയത്. എന്റെ മുന്നില് ഗോപാലകൃഷ്ണൻ ഇരിപ്പുണ്ട്. ഞാൻ ആദ്യ സ്വീകരണ പരിപാടിക്ക് ചാത്തന്നൂരിൽ പങ്കെടുക്കുമ്പോൾ ഗോപാലകൃഷ്ണനോട് അദ്ദേഹം ഷാളിട്ട് സ്വീകരിച്ചപ്പോൾ ഞാനൊരു കാര്യം പറഞ്ഞു. അണ്ണൻ തുടങ്ങി വെച്ചത് ഞാൻ പൂർത്തീകരിക്കുന്നു. ഹിന്ദു ഐക്യവേദിയുടെ സ്ഥാനാർത്ഥിയായിട്ടാണ് ചാത്തന്നൂരില് ആദ്യം അദ്ദേഹം മത്സരിക്കുന്നത്. അന്നിവിടെ പറഞ്ഞതുപോലെ ഒരു വിജയപ്രതീക്ഷയൊന്നും ഇല്ലാത്ത ഒരു നിയമസഭാ മണ്ഡലം, ബിജെപിക്ക് സംസ്ഥാന രാഷ്ട്രീയത്തിൽ വലിയ പ്രാധാന്യമൊന്നും ഇല്ലാത്ത ഒരു അവസരം, ആ ഗോപാലകൃഷ്ണൻ ഇപ്പോഴും തന്റെ അനാരോഗ്യവും അവഗണിച്ചുകൊണ്ട് ഞാൻ മൈലക്കാട്ട് ചെല്ലുമ്പോൾ ബൂത്ത് തലത്തില് ഓരോ വീട്ടിലും കയറി ഇറങ്ങി പരിശ്രമിക്കുന്ന ഗോപാലകൃഷ്ണനെ ഞാൻ കണ്ടത്. അങ്ങനെയുള്ള ആയിരക്കണക്കിന് പ്രവർത്തകർ, ആ പ്രവർത്തകരാണ് ചാത്തന്നൂരിന്റെ വിജയത്തിന് ഏറ്റവും നിർണായകമായ പങ്കുവഹിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെയാണ് തെരഞ്ഞെടുപ്പ് റിസൾട്ട് വന്നപ്പോൾ ആദ്യം മാധ്യമ സുഹൃത്തുക്കളോട് ചോദിച്ചു, ഈ തെരഞ്ഞെടുപ്പ് വിജയത്തെക്കുറിച്ച് നിങ്ങൾ എന്തു പറയുന്നു? ഞാൻ അവരുടെ ഒറ്റ മറുപടിയാണ് പറഞ്ഞത്, ഈ തെരഞ്ഞെടുപ്പ് വിജയം ചാത്തന്നൂരിലെ പ്രബുദ്ധ ജനതയ്ക്ക് മുന്നിൽ ഞാൻ സമർപ്പിക്കുന്നു എന്നാണ് പറഞ്ഞത്. എന്നെ 4 പതിറ്റാണ്ടായി ചാത്തന്നൂരിന്റെ പൊതുരംഗത്ത് എന്നെ ഞാനാക്കി മാറ്റിയ നിരവധി പേരുണ്ട്.
ആ പൊതുരംഗത്തെ പ്രവർത്തനത്തിന്, രാഷ്ട്രീയ പ്രവർത്തനത്തിന് ഒരുപാട് സഹായങ്ങൾ ലഭിച്ചിട്ടുണ്ട്. 95-ൽ സ്വന്തം വാർഡിൽ നിന്ന് ജനപ്രതിനിധിയായ കാലഘട്ടം മുതൽ നാളിതുവരെ ആ നിർലോഭമായ സഹായ സഹകരണങ്ങളാണ് പൊതുപ്രവർത്തന രംഗത്ത്, രാഷ്ട്രീയ പ്രവർത്തന രംഗത്ത് നിൽക്കുവാൻ എനിക്ക് ഏറ്റവും വലിയ പ്രചോദനമായിട്ടുള്ളത്. അതാണ് ഇന്ന് സാക്ഷാത്കരിക്കപ്പെടുകയും ചെയ്തിട്ടുള്ളത്. ഒപ്പം തെരഞ്ഞെടുപ്പ് റിസൾട്ട് കഴിഞ്ഞപ്പോൾ മാധ്യമപ്രവർത്തകർ ചോദിച്ചു, MLA എന്ന രീതിയിൽ നിങ്ങൾ എങ്ങനെയാണ് തുടർന്നുള്ള ദിവസങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നതെന്ന്. ഞാൻ സമാരാധനായ നമ്മുടെ പ്രധാനമന്ത്രിയുടെ വാക്കുകൾ കടമെടുത്തുകൊണ്ട് പറഞ്ഞു. അദ്ദേഹം ഭാരതത്തിന്റെ പൊതുസമൂഹത്തോട് പറഞ്ഞത്, ഞാൻ ഈ രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയല്ല, ഞാൻ ഈ രാജ്യത്തിന്റെ പ്രധാന സേവകനാണ് എന്നാണ് അദ്ദേഹം സൂചിപ്പിച്ചത്. അതേപോലെ ചാത്തന്നൂരിന്റെ മണ്ണിൽ എന്നെ ഞാനാക്കിയ, ഇന്നൊരു നിയമസഭാ സാമാജികനാക്കി മാറ്റിയ ചാത്തന്നൂരിലെ പ്രധാന സേവകനായി തുടരാനാണ് എനിക്ക് ആഗ്രഹമെന്ന് ഞാൻ പറയുകയാണ്. അപ്പൊ അത്തരത്തിൽ നമ്മെ സംബന്ധിച്ചിടത്തോളം ഒരു മാതൃക മുന്നിലുണ്ട്. ആ മാതൃകയാണ് നരേന്ദ്രമോദി എന്ന മഹാപ്രതിഭയാണ് BJPയുടെ ഓരോ പ്രവർത്തകരെയും സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനമായിട്ടുള്ളത്. ഇന്ന് 20 സംസ്ഥാനം ഭരിക്കുന്ന രാഷ്ട്രീയ പ്രസ്ഥാനമാണ് BJP. ഏതെങ്കിലും സംസ്ഥാനത്തെ തെരഞ്ഞെടുപ്പ് പരാജയം കണ്ടിട്ട് നമ്മൾ തളർന്നോ? ഏറ്റവും ഒടുവിൽ ബംഗാളിലെ തെരഞ്ഞെടുപ്പ് വിജയവും നമ്മൾ കണ്ടു. ചിട്ടയായ ക്രമപ്പെടുത്തിയ ദീർഘവീക്ഷണത്തോടുകൂടിയുള്ള നമ്മുടെ സംഘടനാ പ്രവർത്തനം തമിഴ്നാടിന്റെ മണ്ണിൽ നിന്നുകൊണ്ട് അദ്ദേഹം പറഞ്ഞു, അമിത്ഷാജി അടക്കം പറഞ്ഞു, തമിഴ്നാട് മാറുകയാണ്. BJP ഭരിക്കുന്ന സംസ്ഥാനമായി തമിഴ്നാട് മാറും. ഇന്ന് സ്വന്തം ഭൂരിപക്ഷം തെളിയിക്കുവാൻ ഗവർണർ നിയുക്ത മുഖ്യമന്ത്രി പാർട്ടി തീരുമാനിച്ചിട്ടുള്ള ആൾക്ക് സ്വാതന്ത്ര്യം കൊടുത്തപ്പോൾ അവർക്ക് അവിടെ സ്വന്തം ഭൂരിപക്ഷം തെളിയിക്കാൻ കഴിയുമോ എന്ന ആശങ്ക നിലനിൽക്കുന്നു. അവിടെയാണ് തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട നമ്മുടെ പ്രസ്ഥാനം തുടർച്ചയായി വിജയത്തിലേക്ക് നയിക്കുന്ന ആ തന്ത്രങ്ങൾ. ആ തന്ത്രമാണ് ചാത്തന്നൂരിലെ വിജയത്തോടുകൂടി കൊല്ലം ജില്ലയിലെ ഒരു രാഷ്ട്രീയ മാറ്റത്തിന് കളമൊരുക്കിക്കൊണ്ട് കൊല്ലം ജില്ലയിലെ 11 നിയമസഭാ മണ്ഡലവും BJPക്ക് അന്യമല്ല. ഏത് നിമിഷവും ഏത് മണ്ഡലത്തിലും വിജയിക്കുവാൻ കഴിയുന്ന തരത്തിലേക്ക് കൊല്ലം ജില്ല മാറുകയാണ്. അതുകൊണ്ട് തന്നെ ജിതിനായാലും ഡോക്ടറായാലും അപ്പുറത്തിരിക്കുന്ന രാജേഷ് ആയാലും ആ പരാജയം വിജയത്തിലേക്കുള്ള ഏറ്റവും വലിയ പ്രധാനപ്പെട്ട ഘടകമായി, ചുവടായി മാറാൻ പോകുന്നു. നമ്മുടെ അശ്രാന്തമായ പരിശ്രമം, പാർട്ടിയുടെ ദേശീയ നേതൃത്വം എടുത്തിട്ടുള്ള തീരുമാനം, ഒരു വിജയവും നമുക്ക് അന്യമല്ല. ഏത് കഠിനമായ സംഘടനാ പ്രവർത്തനത്തിലൂടെയും അത്തരം വിജയം നേടിയെടുക്കുവാൻ കഴിയുമെന്നുള്ള ആ തിരിച്ചറിവ് നമ്മുടെ മുന്നിലുണ്ട്. ആ തിരിച്ചറിവിലൂടെ കൂടുതൽ ഉയരങ്ങളിലേക്ക്, കൂടുതൽ വിജയങ്ങളിലേക്ക് പോകാൻ ചാത്തന്നൂരിലെ വിജയം നമുക്കൊരു അനുഗ്രഹമായി നമ്മുടെ മുന്നിലുണ്ട്. ആ വിജയം പ്രയോജനപ്പെടുത്തുവാൻ നമുക്ക് കഴിയണമെന്ന് മാത്രമാണ് ഈ അവസരത്തിൽ എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. വളരെ ഊഷ്മളമായ സ്വീകരണം പാർട്ടിയുടെ ജില്ലാ അധ്യക്ഷൻ നിലയിൽ ശ്രീ പ്രശാന്ത് അദ്ദേഹം പറഞ്ഞു. ഈ ഹാളിൽ വെച്ച് തന്നെ ഒരു MLA സ്വീകരിക്കണം എന്നുള്ള ആഗ്രഹം, ആ ആഗ്രഹത്തിന്റെ സാഫല്യവും കൂടിയാണ് ഈ ദിവസം നമ്മുടെ മുന്നിലുള്ളത്. കൂടുതൽ MLA-മാരെ, കൊല്ലത്തിന്റെ മേയറെയൊക്കെ സ്വീകരിക്കാനുള്ള ഒരു വലിയ വേദിയായിട്ട് ഈ സദസ്സ് മാറട്ടെ എന്നാണ് എനിക്ക് പ്രാർത്ഥിക്കാനുള്ളത്. ഒപ്പം ഇവിടെ പറഞ്ഞു, ഞാൻ തിരുവനന്തപുരത്ത് പറഞ്ഞ വാക്കുകളൊക്കെ ഇവിടെ കൃത്യമായും പറഞ്ഞു. 2016 സ്ഥാനാർത്ഥിയായി വന്നതും ഒക്കെ ഇവിടെ സൂചിപ്പിക്കേണ്ട. ഒപ്പം എനിക്ക് എന്റെ പ്രസ്ഥാനം നൽകിയ BJP എന്ന് പറയുന്ന പ്രസ്ഥാനം നൽകിയ വലിയ പിന്തുണയുണ്ട്, വലിയ സഹകരണമുണ്ട്. അതിനപ്പുറം രാഷ്ട്രീയ സ്വയംസേവ നൽകിയ വലിയ പിന്തുണയുണ്ട്. ആ പിന്തുണ, ആ സ്നേഹവാത്സല്യമാണ് 10 വർഷക്കാലം എന്ന ചെറിയ കാലയളവ് കൊണ്ട് പാർട്ടിയുടെ ജില്ലാധ്യക്ഷനായി, തിരുവനന്തപുരം മേഖലയുടെ പ്രസിഡന്റായി, 3 തവണ ചാത്തന്നൂരിൽ മത്സരിക്കാനുള്ള അവസരം നൽകിക്കൊണ്ട് എന്നെ ജനപ്രതിനിധിയാക്കി ഒക്കെ ചെയ്തിട്ടുള്ള ആ വലിയ പ്രസ്ഥാനത്തോടുള്ള നന്ദിയും കടപ്പാടും
എപ്പോഴും മനസ്സിൽ സൂക്ഷിക്കും. 2020 ഞാൻ 16 സ്ഥാനാർത്ഥിയായതുപോലെ തന്നെ വളരെ അവിചാരിതമായി പാർട്ടിയുടെ ജില്ലാധ്യക്ഷനായിട്ട് കടന്നു വരുന്ന ഒരു അവസരം. ഒരുപാട് അനുഭവങ്ങൾ മുന്നിലുണ്ട് പാർട്ടിയുടെ ജില്ലാധ്യക്ഷൻ എന്ന രീതിയിൽ. ഒരു ദിവസം പോലും പത്രത്തിൽ വാർത്ത വരാത്ത ദിവസങ്ങളില്ലായിരുന്നു. ഒരുപാട് ആക്ഷേപങ്ങളൊക്കെ കേട്ടിട്ടുണ്ട്. പക്ഷെ ഒന്നിനോടും പ്രതികരിക്കാൻ പോവാതെ പാർട്ടിയുടെ ജില്ലാധ്യക്ഷൻ എന്ന രീതിയിൽ സാധാരണ പ്രവർത്തകർ നൽകിയ വലിയൊരു പിന്തുണ, വലിയൊരു സഹകരണമുണ്ട്. ആ പിന്തുണ, ആ കരുത്താണ് 5 വർഷക്കാലം പാർട്ടിയുടെ ജില്ലാധ്യക്ഷനായിട്ട് എന്നെ മുന്നോട്ട് കൊണ്ടുവന്നത്. കോവിഡിന്റെ കാലഘട്ടത്തിലാണ് ത്രിതല പഞ്ചായത്ത് സംവിധാനത്തിലെ തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. കൊല്ലം കോർപ്പറേഷൻ 2 നിന്ന് 6ലേക്ക് 74 ജനപ്രതിനിധികളിൽ നിന്ന് 176 ജനപ്രതിനിധികളിലേക്ക്. പാർട്ടിക്ക് അന്ന് സ്വന്തമായിട്ടൊരു വാഹനമില്ല. പാർട്ടിയുടെ ഫണ്ട് കളക്ഷൻ പൂർത്തീകരിച്ചപ്പോൾ പാർട്ടി എടുത്ത തീരുമാനം നമ്മുടെ പാർട്ടിക്ക് സ്വന്തമായിട്ടൊരു വാഹനം വാങ്ങണം. അതാണ് ഇന്നോവ കാറൊക്കെ വാങ്ങുന്നത്. പാർട്ടിയുടെ നിർമ്മാണം, ഇവിടുത്തെ ഇന്നത്തെ ഈ ഓഫീസിന്റെ ഉദ്ഘാടനം വളരെ മനോഹരമായി നമ്മൾ ആഘോഷിച്ചു. ഇവിടെ അതിന് തറക്കല്ലിട്ട് അന്ന് ഈ ഓഫീസ് നിർമ്മാണത്തിനുള്ള സർട്ടിഫിക്കറ്റ് പോലും കിട്ടിയിട്ടില്ല. അന്ന് ഇവിടുത്തെ പ്രഭാരിയായിരിക്കുന്ന ശിവൻകുട്ടിച്ചേട്ടൻ 48 മണിക്കൂർ കൊണ്ട് തിരുവനന്തപുരത്ത് നിന്ന് ഈ ഓഫീസ് നിർമ്മാണത്തിനുള്ള അനുവാദം വാങ്ങി തരികയുണ്ടായി. പിന്നീട് കോൺട്രാക്ടറുമായി ബന്ധപ്പെട്ട് ചില കാലതാമസം വന്നു. പാർട്ടിയുടെ ജില്ലാധ്യക്ഷനായിരിക്കുമ്പോൾ ഇതിന്റെ ഏതാണ്ട് 60% നിർമ്മാണ പ്രവർത്തനം പൂർത്തീകരിക്കുവാൻ നമുക്ക് കഴിയുമൊക്കെ ചെയ്തിട്ടുണ്ട്. ഇന്ന് ഈ ജില്ലയിൽ ഏറ്റവും പ്രധാനപ്പെട്ട കേന്ദ്രത്തിൽ വളരെ മനോഹരമായിട്ട് നമ്മുടെ ജില്ലാ ഓഫീസിന്റെ പ്രവർത്തനങ്ങൾ പോകുന്നു. ഇതിന് നമ്മൾ നടത്തിയിട്ടുള്ള ഒരു കൂട്ടായ പരിശ്രമം. പിന്നീട് അടുത്ത ത്രിതല പഞ്ചായത്ത് സംവിധാനത്തിലേക്ക് നമ്മൾ വരുന്നു. ശ്രീ പ്രശാന്ത് ജില്ലാധ്യക്ഷൻ ഏറ്റവും ഉജ്ജ്വലമായ വിജയം. 6 നിന്ന് 12ലേക്ക്, പിന്നെ ജില്ല 2ആയി. ഏറ്റവും അധികം ജനപ്രതിനിധികൾ എല്ലാ രംഗങ്ങളിലും. ഇപ്പോഴത്തെ നിയമസഭാ തെരഞ്ഞെടുപ്പിലടക്കം ജില്ലാധ്യക്ഷൻ പ്രശാന്തിന്റെ നേതൃത്വത്തിൽ നടത്തിയിട്ടുള്ള സംഘടനാ പ്രവർത്തനം ഏറ്റവും മികച്ച വിജയങ്ങളിലേക്ക് പോവുകയുണ്ടായി. ഇവിടെ സുനിപിതാദ് ഇൻചാർജായിട്ട് എന്നെ പാർട്ടി തീരുമാനിക്കപ്പെടുമ്പോൾ പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷൻ എന്നോട് വ്യക്തിപരമായി പറഞ്ഞു, നിങ്ങളുടെ സഹ ഇൻചാർജിനെ തീരുമാനിക്കുന്നത് നിങ്ങൾ സ്ഥാനാർത്ഥിയായി വരുമ്പോൾ ആ ആള് ഒപ്പം ഉണ്ടാവണം എന്നുള്ളത് കൊണ്ടാണ്. എനിക്ക് തോന്നുന്നു സംസ്ഥാനത്ത് 3 or 4 സ്ഥലങ്ങളിൽ മാത്രമേ സഹ ഇൻചാർജിനെ തീരുമാനിച്ചിട്ടുള്ളൂ. പാർട്ടിയുടെ ജില്ലാ ജനറൽ സെക്രട്ടറി ശ്രീ പ്രകാശ് പാപ്പാടിയെ സഹ ഇൻചാർജായിട്ട് തീരുമാനിക്കപ്പെടുന്നു. ആ ദിവസം മുതൽ അവിടെ കേന്ദ്രീകരിച്ചിട്ടുള്ള പ്രവർത്തനം പാർട്ടിക്ക്. അതുപോലെ സംസ്ഥാനത്ത് ഫുൾ ടൈമറേയും 4-5 മണ്ഡലങ്ങളിൽ മാത്രമേ തീരുമാനിച്ചിട്ടുള്ളൂ. എന്നോടൊപ്പം ജില്ലാ സെക്രട്ടറി ആയിരുന്ന, ഇപ്പോൾ ഈസ്റ്റ് ജില്ലയുടെ സെക്രട്ടറി ആയിരിക്കുന്ന ശ്രീ ഷാലു ഫുൾ ടൈമറായിട്ട് അവിടെ വരുന്നു. പാർട്ടിയുടെ 2 മണ്ഡലം പ്രസിഡന്റുമാർ, അവരെ നേതൃത്വത്തിലുള്ള ഏരിയ പ്രസിഡന്റ്, ജനറൽ സെക്രട്ടറിമാരോടൊപ്പം നിന്ന് അവർ നടത്തിയിട്ടുള്ള ഒരു വലിയ പരിശ്രമം. പാർട്ടിയുടെ ചാത്തന്നൂർ, പരവൂർ മണ്ഡലം കമ്മിറ്റികൾ, താഴെത്തട്ടിലുള്ള ബൂത്ത് തല പ്രവർത്തകർ, അവർ നടത്തിയിട്ടുള്ള ഒരു വലിയ സംഘടനാ പ്രവർത്തനമുണ്ട്. അവർക്ക് നേതൃത്വപരമായ പങ്ക് വഹിച്ചുകൊണ്ട് താഴെത്തട്ടിൽ ബൂത്ത് തലത്തിൽ 24 മണിക്കൂർ നിന്നുകൊണ്ട് സംസ്ഥാനത്തിലെ ഏറ്റവും മുതിർന്ന പ്രചാരകൻ ശ്രീ സെൽവേട്ടൻ, സംയോജകർ, വിഭാഗ് പ്രചാരകർ ശ്രീ അനൂപി, സഹസംയോജകർ, ഇവരുടെ നേതൃത്വം നടത്തിയ ഒരു പ്രവർത്തനം. ഞാൻ സ്ഥാനാർത്ഥിയാകുന്നു. പാർട്ടിയുടെ ജില്ലാധ്യക്ഷന്റെ പ്രിയ സുഹൃത്ത് ശ്രീ പ്രശാന്ത് ഇൻചാർജായിട്ട് വരുന്നു. അങ്ങനെ തുടങ്ങിയുള്ള ഒരു പ്രവർത്തനം. 196 ബൂത്ത്, 174 ബൂത്തിൽ സമാന്തര വോട്ടർ പട്ടിക തയ്യാറാക്കുന്നു. പാർട്ടിയുടെ ഉറച്ച വോട്ട് എത്ര, ആ സമാന്തര വോട്ട് എത്രമാത്രം പോൾ ചെയ്തിട്ടുണ്ട് എന്ന് ഓരോ സമയവും വിലയിരുത്തപ്പെടുന്ന ബൂത്ത് തല പ്രവർത്തകർ. ഞാൻ ബൂത്തുകളിൽ ചെല്ലുമ്പോൾ ബൂത്തിലെ നമ്മുടെ പ്രവർത്തകർ, സഹപ്രവർത്തകർ, അവർ ഇരിക്കുന്നത് ഓരോ മാർക്കഡ് വോട്ടർ പട്ടികയിൽ കൊണ്ടുവന്ന് ആ സമാന്തര വോട്ടർ പട്ടികയിൽ നമ്മുടെ ഉറച്ച വോട്ടുകളിൽ എത്ര വോട്ട് ചെയ്തു, ഇനി എത്ര ചെയ്യാനുണ്ട്, ആ കണക്കെടുത്തുകൊണ്ട് ബൂത്തിലേക്ക് വോട്ടർമാരെ എത്തിക്കുന്ന ചാത്തന്നൂരിലെ സാധാരണക്കാരായ പ്രവർത്തകർ, അവർക്ക് നേതൃത്വം കൊടുക്കുന്ന 2 മണ്ഡലം കമ്മിറ്റികൾ, അതിന് മുകളിലുള്ള സംവിധാനം, ഇതെല്ലാം വളരെ കൃത്യമായും നമ്മുടെ ബൂത്ത് തലത്തില് 5 പ്രാവശ്യം ഗൃഹസന്ദർശന പരിപാടി മഹാഭൂരിപക്ഷം ബൂത്തുകളിലും, മൈനോറിറ്റി ബൂത്തുകൾ ഒഴികെ എല്ലാ ബൂത്തുകളിലും 4-5 പ്രാവശ്യം, 5ാമത് പ്രാവശ്യം ചെല്ലുമ്പോൾ
ഇനി വരണ്ട, ഉറപ്പായി BJPക്ക് വോട്ട് ചെയ്യുമെന്ന് പറയുന്ന സമ്മതിദായകർ അത്ര കൃത്യമായി താഴെത്തട്ടിലേക്കുള്ള പ്രവർത്തനങ്ങൾ ഏകോപിപ്പിച്ചുകൊണ്ട് നമ്മുടെ താഴെത്തട്ടിലുള്ള പ്രവർത്തനം കാണിച്ച വലിയ ഒരു ആത്മാർത്ഥതയും, ഒപ്പം നിയമസഭാ മണ്ഡലത്തിന് പുറത്തുള്ള ഇരിക്കുന്നവരുടെ കൂട്ടത്തിൽ ഒരുപാട് പേര് വന്നിട്ടുണ്ട്. എല്ലാവരുടെയും പേര് ഞാൻ എടുത്തു പറയുന്നില്ല. എന്നോട് പറയാതെ തന്നെ വന്ന് ഓരോ പ്രദേശത്തും വന്ന് വോട്ട് അഭ്യർത്ഥിച്ചവരുണ്ട്. കൂട്ടത്തില് ശ്രീമതി സുഗന്ധിയുടെ ഇരിപ്പുണ്ട്. പൂയപ്പള്ളിയിലാണ് നമുക്ക് സംഘടനാപരമായി ഏറ്റവും അധികം വീഴ്ചയുള്ളത്. ഏതാണ്ട് 10 ദിവസക്കാലം തുടർച്ചയായി അവിടെ നിന്ന് ഇപ്പോഴും സുഗന്ധിയുടെ ശ്രദ്ധിക്കപ്പെടേണ്ട. ഞാൻ പൂയപ്പള്ളിക്കലും പറയും, സുഗന്ധി വിളിക്കുന്നുണ്ട്, വോട്ടിങ്ങിന് ശേഷവും വിളിക്കുന്നുണ്ട് എന്ന് പറയുകയുണ്ടായി. യുവമോർച്ചയുടെ മുൻ ജില്ലാധ്യക്ഷൻ ശ്രീ പ്രണവ് എന്റെ പാട്ടടക്കം എഴുതിയത്, അത് റെക്കോർഡ് ചെയ്തത് ഒക്കെ ചെയ്തിട്ടുള്ളത് ശ്രീ പുറത്തുനിന്ന് പറയുമ്പോൾ അവർ പ്രണവാണ്. അങ്ങനെ പുറത്തുനിന്നുള്ള ഒരുപാട് പേരുടെ സഹകരണം ഞാൻ നേരിട്ട് പറഞ്ഞും പറയാതെയും വന്ന് പ്രവർത്തിച്ചവരുണ്ട്. കൗണ്ടിംഗ് സമയത്ത് പോലും ഈസ്റ്റ് ജില്ലയിൽ നിന്നുള്ള പ്രവർത്തകർ പോലും ഒപ്പമുണ്ടായിരുന്നു. പാർട്ടിയുടെ ജില്ലാധ്യക്ഷനായിട്ട് ഞാൻ പ്രവർത്തിക്കുമ്പോൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ താഴെത്തട്ടിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട പ്രവർത്തകർ അവർ നൽകിയ ഒരു വലിയ പിന്തുണ, വലിയൊരു സഹകരണമുണ്ട്. അവരുടെ ആത്മാർത്ഥതയും അവരുടെ സ്നേഹവുമാണ് ഈ തെരഞ്ഞെടുപ്പിലും ഞാൻ ചാത്തന്നൂരിൽ നിയമസഭാ സ്ഥാനാർത്ഥിയായി മത്സരിക്കുമ്പോഴും ഒന്നും ഞാൻ അങ്ങോട്ട് പറയാതെ ഇങ്ങോട്ട് വന്ന് ചാത്തന്നൂരിലെ സാധാരണക്കാരായ പ്രവർത്തകരോടൊപ്പം നിന്ന് ആ ഉള്ള പ്രവർത്തനം കാഴ്ചവെച്ച നിയമസഭാ മണ്ഡലത്തിന് പുറത്തുള്ളവരോടുമുള്ള നന്ദിയും കടപ്പാടും ഈ അവസരത്തിൽ രേഖപ്പെടുത്തിക്കൊണ്ട് ഈ പ്രസ്ഥാനത്തിലെത്തുമ്പോൾ എല്ലാ തലങ്ങളിലേക്കും എനിക്ക് പൂർണ്ണ പിന്തുണ, സഹകരണം നൽകിയ നിങ്ങൾ ഓരോരുത്തരുമുള്ള നന്ദിയും കടപ്പാടും ഈ അവസരത്തിൽ രേഖപ്പെടുത്തിക്കൊണ്ട് ഇവിടെ നൽകിയ വന്ന വരവേൽപ്പിന് ഹൃദയത്തിന്റെ ഭാഷയിൽ നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. അടുത്തത് സ്വീകരണമാണ്. ഇരിക്കുന്ന ഇരിപ്പിടങ്ങളിൽ തന്നെ ദയവായി ഇരിക്കേണ്ടതാണ്. നമുക്കറിയാം നമ്മുടെ ഹാളിന്റെ പരിമിതി, അതുകൊണ്ട് തിക്കും തിരക്കുണ്ടാകാൻ പാടില്ല. ആദ്യം നമ്മുടെ പാർട്ടിയുടെ ജില്ലാ അധ്യക്ഷൻ പ്രിയപ്പെട്ട MLA VV ഗോപകുമാർ സാറിന് മധുരം നൽകിക്കൊണ്ട് അടുത്തതായി പാർട്ടിയുടെ ജില്ലാ അധ്യക്ഷനും ജില്ലാ ജനറൽ സെക്രട്ടറിമാരും കൂടി അദ്ദേഹത്തെ ഹാരമണിച്ച് സ്വീകരിക്കും. അതിനുശേഷം സ്വീകരിക്കേണ്ടത് ക്രമം ഞാനിവിടെ വിളിക്കും, അതനുസരിച്ച് വേണം വേദിയിലേക്ക് വരേണ്ടത്. സ്വീകരണത്തിന്റെ ക്രമം വിളിക്കുന്നതനുസരിച്ച് വരാവൂ. ആദ്യം ഹാരമണിയിച്ചുകൊണ്ട് പാർട്ടി ജില്ലാ അധ്യക്ഷനും ജില്ലാ ജനറൽ സെക്രട്ടറിമാരും കൂടെ അദ്ദേഹത്തെ സ്വീകരിക്കും. ജിതിൻ സെൻട്രാൻ പരിപാടി ഇരിക്കുകയാണ്. പരിപാടി സെൻട്രൽ മാറണ ഫോണായത് ജില്ലാ അധ്യക്ഷൻ താമരകൾ കൊണ്ട് നിർമ്മിച്ച ഒക്കെ നൽകിക്കൊണ്ട് സ്വീകരിക്കും. ഇനി പേര് വിളിക്കുന്ന ക്രമത്തിൽ വേണം സ്വീകരിക്കാൻ. പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി ശ്രീമതി MP അഞ്ജന സ്വീകരിക്കുന്നു. പാർട്ടിയുടെ സംസ്ഥാന വക്താവ് ശ്രീ കേണൽ S. ഡിന്നി സാർ പ്രിയപ്പെട്ട ഗവൺമെന്റ് സ്വീകരിക്കുന്നു.
പാർട്ടി മേഖലാ ജനറൽ സെക്രട്ടറി ശ്രീ AG ശ്രീകുമാർജി സ്വീകരിക്കുന്നു. അടുത്തത് പാർട്ടി സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളുടെ ക്രമമാണ്. പാർട്ടി സംസ്ഥാന കമ്മിറ്റി അംഗങ്ങൾ ഇവിടെ ഉള്ള സംസ്ഥാന കമ്മിറ്റി അംഗങ്ങൾ തൈത്തില അപ്പുക്കുട്ടൻ ചേട്ടൻ, നെടുമന മോഹനകുട്ടൻ ചേട്ടൻ, വെള്ളിനം ദിലീപേട്ടൻ എന്നിവർക്ക് സ്വീകരിക്കാം. ശ്രീ MS ശ്യാംകുമാർജി സ്വീകരിക്കും. അടുത്തത് മുൻ സ്ഥാനാർത്ഥികളാണ്, നിയമസഭാ തെരഞ്ഞെടുപ്പ് സ്ഥാനാർത്ഥികളാണ്. ഡോക്ടർ പ്രതാപ് കുമാർ സ്വീകരിക്കുന്നു. കൊല്ലം മണ്ഡലം സ്ഥാനാർത്ഥി. KR രാജേഷേടൻ സ്വീകരിക്കുന്നു. ചവറ മണ്ഡലം സാർ. നല്ല കയ്യടി പാർട്ടിയുടെ സംസ്ഥാന കൗൺസിൽ അംഗങ്ങളാണ്. പാർട്ടി സംസ്ഥാന കൗൺസിൽ അംഗങ്ങൾ ഇവിടെ എത്തിയിട്ടുള്ള കാപ്പൻ മുഹമ്മദ് ഏട്ടൻ, സന്തോഷ് ഏട്ടൻ, വെള്ളിമൺ ദിലീപേട്ടൻ, പാർട്ടി സംസ്ഥാന കൗൺസിൽ അംഗങ്ങൾ ശ്രീ സുരേന്ദ്രനാഥേട്ടൻ, കാപ്പൻ മുഹമ്മദ് ഏട്ടൻ, ലാലേട്ടൻ, സന്തോഷ് ജി അടക്കം ഫോട്ടോ എടുത്തു എന്തും എല്ലാരും ഇവിടെ അടുത്തത് പാർട്ടി ജില്ലാ ഭാരവാഹികളുടെ ഊഴമാണ്. പാർട്ടി ജില്ലാ ഭാരവാഹികൾ, ഇവിടെയുള്ള പാർട്ടി ജില്ലാ ഭാരവാഹികൾ ഈ വിളിക്കുന്ന ക്രമത്തിലുള്ളവരെ ദയവായി വരാവൂ. സംസ്ഥാന കൗൺസിൽ അംഗങ്ങൾക്ക് ശേഷം പാർട്ടി ജില്ലാ ഭാരവാഹികൾ ഈ ക്രമത്തിൽ മാത്രമേ ദയവായി വരാവൂ. വലിയ തിരക്ക് ഉണ്ടാക്കരുത്, ഇടുന്ന സാഹചര്യം ഉണ്ടാകും. പാർട്ടി ജില്ലാ ഭാരവാഹികൾ സ്വീകരിക്കുന്നു. പാർട്ടി ജില്ലാ ഭാരവാഹികൾ പാർട്ടി ജില്ലാ ഭാരവാഹികൾ വളരെ വേഗത്തിൽ സ്വീകരണം പൂർത്തീകരിക്കേണ്ടതാണ്. നമ്മുടെ മുതിർന്ന പ്രവർത്തകൻ, നമുക്കറിയാം ധർമ്മജേട്ടനെ, പ്രിയപ്പെട്ട ധർമ്മജേട്ടൻ ഗോകുമാർ സാറിനെ സ്വീകരിക്കുന്നു. പാർട്ടി ജില്ലാ ഭാരവാഹികൾ സ്വീകരിക്കുന്നു. അടുത്തത് പാർട്ടിയുടെ മോർച്ചകളുടെ പ്രസിഡന്റുമാർ, ജില്ലാ ജനറൽ സെക്രട്ടറിമാർ. പാർട്ടി മോർച്ച പ്രസിഡന്റുമാർ, ജില്ലാ ജനറൽ സെക്രട്ടറിമാർ. പാർട്ടി മോർച്ച